ദൈവവചനത്തിൽ നമ്മോട് സംസാരിക്കും. നമ്മുടെ കരകൾ തട്ടി ദൈവദാസനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഒരു പഴയ ഗാനം, അതിപ്പോൾ കൺവെൻഷൻ സ്റ്റേജിൽ നിന്ന് കേൾക്കാനില്ലാത്തൊരു പാട്ട് ഒന്ന് പാടണമെന്ന് തോന്നി. അത് നിങ്ങൾക്കറിയാന്നുള്ള പാട്ടാണ്. നിങ്ങൾക്ക് അത് പാടാൻ തോന്നിയെങ്കിൽ കൂടെ പാടാം, കരപിടിക്കാൻ തോന്നിയാൽ കരപിടിക്കാം. ആ പാട്ട് പ്രത്യാശയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള നാം പ്രാപിക്കാൻ പോകുന്ന ദേശത്തെക്കുറിച്ചുള്ള ഒരു മനോഹരമായ ഒരു പ്രത്യാശ ഗാനം പാടാൻ ആഗ്രഹിക്കുന്നു. അറിയാന്നുള്ള എല്ലാവരും ചേർന്ന് പാടി കർത്താവിനെ
എന്റെ ശാശ്വത നാട് അവിടെ ഒരുങ്ങുന്ന ഭവനമുണ്ട്. അക്കരെയാണ് എന്റെ ശാശ്വത നാട് അവിടെ ഒരുങ്ങുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരം ഓടങ്ങൾ കണ്ടു മയങ്ങിടേക്കാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരം ഓടങ്ങൾ കണ്ടു മയങ്ങിടേക്കാമോ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിയുന്നു കടലിനുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിയുന്നു കടലിലും. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഞാൻ ചെറിയ നാളിൽ തന്നെ പരിചയപ്പെട്ട, അല്ലെങ്കിൽ ചെറിയ നാൾ മുതൽ തന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അണ്ണ എന്ന് വിളിക്കുന്ന ഒരാളാണ് ഷാജി പാസ്റ്റർ. അത്രയ്ക്കും നമ്മൾ തമ്മിൽ ബന്ധമുണ്ട്. അങ്ങനെ അദ്ദേഹം ഇന്നത്തെ ഇവിടുത്തെ അധ്യക്ഷനായിട്ടിരിക്കുന്നത് മാത്രമല്ല, ഈ നെയ്യാറ്റിൻകര ഭാഗത്തും പല കൺവെൻഷനുകളിലും എന്നെ പരിചയപ്പെടുത്തിയത്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ മീറ്റിങ്ങിനെ എന്നെ പരിചയപ്പെടുത്തിയത് പ്രിയ ഷാജി പാസ്റ്ററാണ്. അദ്ദേഹത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മീറ്റിങ്ങിനെ ക്ഷണിച്ചത് ഹ്യൂമൻ പാസ്റ്ററാണ്. അദ്ദേഹം ഇവിടുത്തെ ചർച്ചിലെ പാസ്റ്റർ അല്ലെങ്കിലും അദ്ദേഹത്തിന് ചർച്ചിൽ കൺവെൻഷൻ പ്രസംഗിക്കുവാനും ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. അങ്ങനെ ആ കർത്തൃദാസനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സഭയിലെ ശുശ്രൂഷകൻ കണ്ട സമയം മുതൽ വളരെ ചിരിക്കുന്ന മുഖം, അല്ലെ, ചിരിക്കുന്ന മുഖമില്ല എപ്പോഴും. അദ്ദേഹം വളരെ നല്ലൊരു ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസനാണ് ബിജു പാസ്റ്റർ. അദ്ദേഹത്തെയും കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ വേദിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠ കർത്തൃദാസൻ ജോണി പൗലോസ് പാസ്റ്റർ. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട ശ്രുതിമധുരങ്ങളായ ഗാനങ്ങൾ ആലപിച്ച ഈ ഹോർ വോയിസ്, അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയ സാം പാസ്റ്റർ, ഷിജിൽ ബ്രദർ, അതോടൊപ്പം തന്നെ പ്രിയ മകൾ ആൻ സാം, അതോടൊപ്പം തന്നെ പ്രിയ സിസ്റ്റർ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വേദിയിലും ഒക്കെ നല്ല പാട്ടുകാരിപ്പുണ്ട്, നല്ല കലാകാരന്മാരിപ്പുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി മീറ്റിംഗിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ രാത്രിയിലുമായി ഇന്നലെ ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ ഈ ദേശം, ഇതിനകത്ത് വന്നിരിക്കുന്നവർ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും അനന്തര സംഭവവും. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ച വിഷയം യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപുള്ള ലക്ഷണങ്ങളെ കുറിച്ചാണ്. ഈ ലോകത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന യേശുക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായി നോഹയുടെ കാലഘട്ടം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. അതോടൊപ്പം തന്നെ ലോത്തിന്റെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും എന്നിത്യാദി വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തെ നമ്മൾ ആ കാലഘട്ടവുമായി കമ്പയർ ചെയ്ത് പഠിച്ചു. അല്ലേ? എത്ര പേർക്ക് സന്തോഷമുണ്ട്? എല്ലാവർക്കും സന്തോഷമില്ലെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന രീതിയിലല്ലായിരിക്കാം എൻ്റെ മെസ്സേജ്. സ്തോത്രം. കാരണം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുട്ടികൾ വരെ ഇത് എന്ത് ചെയ്യണം? നന്നായിട്ട് ഗ്രഹിക്കണം, നന്നായിട്ട് പഠിക്കണം. ഞാൻ അഡ്വാൻസ് ആയിട്ടൊക്കെ പറയുകയാണ്. ഇന്ന് രാത്രി രണ്ടാമത്തെ വരവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവും അനന്തര സംഭവം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മൾ ഇന്ന് രാത്രി വചനം സംസാരിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ പറയുന്നത്, ഇന്ന് രാത്രിയിലും ഞാൻ ഒരു സംഘടനയുടെ ഉപദേശമോ അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ഉപദേശമായിട്ടോ ഏതെങ്കിലും ഒരു സംഘടനയുടെ വക്താവായിട്ടോ അല്ല ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സ്തോത്രം. ഞാൻ എല്ലാ സംഘടനയിലും പ്രസംഗിക്കുന്നയാളാണ്. സംഘടന വ്യത്യാസമില്ലാതെ എല്ലാ സഭാ വിഭാഗങ്ങളിലും CSCയുടെ കൺവെൻഷനിൽ, ലൂതർ ചർച്ചിന്റെ കൺവെൻഷനിൽ ഒക്കെ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷേ അവിടെ എല്ലാം ചെന്ന് കഴിഞ്ഞാൽ
ബൈബിള് വായിക്കാൻ വേണ്ടി മൈക്ക് കൊടുത്തൊരാളിനെ ഞാൻ എടുത്തു കയറ്റിയ ശീലമാണ്. കാരണം ബൈബിളിൽ ഇല്ലാത്ത ഒരു കാര്യവും പ്രസംഗിക്കാറില്ല. പ്രസംഗിക്കുന്ന കാര്യങ്ങളെല്ലാം ബൈബിൾ വായിച്ച് കേൾപ്പിച്ചാണ് എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. അത് ഷിജിനൊക്കെ അറിയാം, പാസ്റ്റർക്കൊക്കെ അറിയാം. പാസ്റ്ററൊക്കെ ആയിട്ട് ചില വേദികളിൽ മാത്രമാണെങ്കിൽ ഷിജിനുമായിട്ട് ഒത്തിരി വർഷങ്ങൾ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കാസർഗോഡ് ജില്ല വരെയും എല്ലാ ജില്ലകളിലും ഷിജിനെ ഞങ്ങളുമായിട്ട് ഒരുമിച്ച് ടീമായിട്ട് പോയി കൺവെൻഷൻ പ്രസംഗിക്കുവാനും പാടുവാനും ഒക്കെയുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ ചെന്ന് പ്രസംഗിച്ചാലും അവിടെ ഉള്ളവർക്ക് അതൊന്ന് മനസ്സിലാകണം. 2, ബൈബിൾ തെളിവ് കൊടുത്താണ് പ്രസംഗിക്കാറുള്ളത്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്നവരോട് ആദ്യമേ പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന് പ്രസംഗിക്കുന്നതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആരാധന കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ധൈര്യമായി ചോദിക്കാം. ഹല്ലേലൂയ. കാരണം നിങ്ങൾക്കുള്ള സംശയത്തിന്റെ നിവാരണം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വരുത്തും. അല്ല ആമേൻ, നിങ്ങൾക്ക് ഇന്ന് ചോദിക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടുത്തെ പാസ്റ്റർ ഉണ്ട്, പാസ്റ്ററോട് നിങ്ങൾ ചോദിച്ചാൽ മതി. പാസ്റ്റർ അത് വിശദമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇത് പഠിക്കാതെ എങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങും? ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചപ്പോൾ മനസ്സിലായി, നോഹയുടെ കാലഘട്ടത്തിൽ എന്താണോ സംഭവിച്ചത് അതാണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോത്തിന്റെ കാലത്ത് എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത്. അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് വാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. എത്ര പേർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കും? ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതിന്റെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഇതിനകത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഈ ശബ്ദസീമയ്ക്കുള്ളിൽ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ ഒരൊറ്റ വ്യക്തികൾ പോലും കൈവിടപ്പെടാൻ പാടില്ല. എല്ലാവരും പൈച്ചിറകടിച്ച് പറന്നുയരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിലുപരി ഇവിടെ നടത്തുന്ന സംഘാടകരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് രാത്രിയിലും ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. അല്പസമയത്തെ ചിന്തയ്ക്കായി 1 തെസ്സലോനിക്കർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇവിടെ വായിച്ചു കേൾക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് രാത്രി നാം വായിച്ചു കേട്ടത്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് എപ്രകാരമാണ് എന്നതാണ് ആ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇനി പ്രസംഗത്തിലേക്ക് ഏറുകയാണ്. കാരണം സമയം ഇങ്ങനെ ക്ലോക്ക് ഇങ്ങനെ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക, ക്ലോക്ക് അല്ലാതെ സൂചി സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഇത് 1.5 മണിക്കൂറുണ്ടോ 2 മണിക്കൂറുണ്ടൊന്നും തീരുന്നൊരു വിഷയമല്ല യേശു ക്രിസ്തു രണ്ടാമത്തെ വരവ്. എങ്കിലും ആമേൻ, ആ ഉള്ള പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം എന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് ആമേൻ കൂടുതൽ മുഖമരിയൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന്റെ 1-ാമത്തെ രംഗത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. ആ 1-ാമത്തെ രംഗത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. എന്തൊക്കെയെന്നറിയാമോ? മുകളിൽ 3 കാര്യങ്ങൾ കേൾക്കുമ്പോൾ, എല്ലാവരും പറഞ്ഞേ, മുകളിൽ 3 കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ ഭൂമിയിൽ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്തൊക്കെയാണ് മുകളിൽ കേൾക്കുന്നത്? 1, കർത്താവിന്റെ ഗംഭീരനാദം. 2, പ്രധാന ദൂതന്റെ ശബ്ദം. 3, ദൈവത്തിന്റെ കാഹളം. ഇത് 3ഉം മുകളിൽ മുഴങ്ങുമ്പോൾ ഈ ഭൂമിയിൽ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്തൊക്കെ? 1, ക്രിസ്തുവിൽ മരിച്ചവരുടെ കല്ലറകൾ പൊട്ടി ഉയർത്തുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുന്നു. അതിന്റെ അർത്ഥം കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ 1, ക്രിസ്തുവിൽ മരിച്ചവരുടെ കല്ലറകൾ പൊട്ടിയുയർക്കുന്നു. അതിന്റെ അർത്ഥം മരിച്ചുപോയ എല്ലാവരുടെയും കല്ലറകൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ പൊട്ടി ഉയർത്തത്തില്ല. ആരാണോ ക്രിസ്തുവിൽ ജനിച്ചത്, ആരാണോ ക്രിസ്തുവിൽ ജീവിച്ചത്, ആരാണോ ക്രിസ്തുവിൽ മരിച്ചത്, അവരുടെ കല്ലറകൾ മാത്രമേ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ ആ കല്ലറകൾ പൊട്ടി ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം, അതിന്റെ അർത്ഥം നാം മരിക്കുന്നതിന് മുൻപാണ് യേശു ക്രിസ്തു രണ്ടാമത് വരുന്നു എങ്കിൽ ആ കാഹളം കേൾക്കുമ്പോൾ നമ്മൾ പൈച്ചിറകടിച്ച് പറന്നുയരും. ഹല്ലേലൂയ. അപ്പോൾ ഞാനിവിടെ ഒരു വാക്ക് പറഞ്ഞു, ക്രിസ്തുവിൽ മരിച്ചവരുടെ കല്ലറകൾ പൊട്ടിയുയർക്കും. അതിന്റെ അർത്ഥം, അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട്, അപ്പോൾ ഇതുവരെ മരിച്ചവരൊന്നും സ്വർഗത്തിൽ പോയില്ലോ? ഇല്ല. ഭയങ്കര മൗനോടെ സ്വർഗത്തിൽ മൗനുണ്ടായെന്ന പോലെ ഈ ഞാൻ പറയാം, സ്വർഗത്തിൽ പോയി. ആര് പോയി? യേശു ക്രിസ്തുവിന്റെ
കാൽവരി ക്രൂശ് മരണം നമുക്കെല്ലാവർക്കും അറിയാം. 7 മൊഴികൾ നമ്മളെല്ലാവരും കാണാതെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരത്തിലേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നത് വരെ മരിച്ചുപോയ പല വിശുദ്ധന്മാരുടെ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് പോയി. അതിനുശേഷം മരിച്ചുപോയ ആരുടെയും ആത്മാക്കൾ സ്വർഗത്തിലും പോയിട്ടില്ല, നരകത്തിലും പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, തെളിവുതരാൻ പോവുകയാണ്, നിങ്ങൾ ചോദിക്കും അതെന്താണ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണത്തിൽ സംഭവിച്ചത്? വായിക്കാം. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 52-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണുന്നു, യേശു ക്രിസ്തു തന്റെ ആത്മാവിനെ പിതാവിന്റെ കരത്തിൽ കൊടുത്തപ്പോൾ എന്ത് ഈ ഭൂമിയിൽ സംഭവിച്ചു? ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും അന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന ദിവസം അവസാനത്തെ മൊഴി എന്ന് നമ്മൾ പറയുന്ന പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരത്തിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ സമയം നമുക്ക് ഒരു കാര്യം മാത്രമേ അറിയാവൂ, തിരശീല കീറിയ കാര്യം മാത്രമേ നമുക്കറിയാവൂ. പക്ഷെ അതിന്റെ ബാക്കി കാണുന്നത് എങ്ങനെയാ? അവിടെ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. എല്ലാവരും പറഞ്ഞേ, കല്ലറകൾ തുറന്നു. എന്നിട്ട് നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ, എല്ലാവരുടെ അല്ല, വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും അന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അന്ന് വരെ മരിച്ചവര് സ്വർഗത്തിലല്ലായിരുന്നു, പിന്നെ എവിടെയായിരുന്നു? അബ്രഹാം പിതാവിന്റെ മടി എന്നറിയപ്പെടുന്ന പർദീസയിലായിരുന്നു. പർദീസയിലായിരുന്ന അവരുടെ ആത്മാക്കൾ അവരെ എവിടെയാണോ അടക്കം ചെയ്തത് അതേ കല്ലറയിൽ വന്ന് കല്ലറകളെ പൊട്ടി അന്ന് ഉയർത്തെഴുന്നേറ്റു. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച്. അതിനുശേഷം ഇതുവരെയും ഒരു കല്ലറയിൽ പൊട്ടി ഉയർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പിന്നെ മരിച്ചുപോയ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ എവിടെയാ? അതാണ് ബൈബിൾ ഇപ്രകാരം പറയുന്നു, അവരുടെ ആത്മാക്കൾ ഹലോ ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച്. എല്ലാവരും ശ്രദ്ധിച്ചേ. അവരുടെ ആത്മാക്കൾ, ഞാൻ പറഞ്ഞത് മറന്നുപോലെ, ഒരിക്കലും ഉയർത്തെഴുന്നേറ്റ് എന്നാ പറഞ്ഞേ, യേശു ക്രിസ്തു തന്റെ ആത്മാവിനെ പിതാവിന്റെ കരത്തിൽ, കാരണം എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഒരു പഠനമാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷൻ മുഖാന്തരം നിങ്ങൾ ഇതെങ്കിലും പഠിച്ചേ പറ്റൂ. ഞാൻ നേരത്തെ പറഞ്ഞു, ബൈബിൾ തെളിവാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സഭയിൽ അപ്പച്ചന്മാർ പഠിപ്പിച്ച കാര്യമൊന്നുമല്ല, ആരോ എഴുതി വെച്ച പുസ്തകമല്ല ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകമേ നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തുള്ളൂ. ഈ പുസ്തകം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകൂ. അതാണ് ഇവിടെ ഈ നിരത്തി വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നു, ഒന്നാമത് ഉയർപ്പ് നടന്നു എന്ന യേശു തന്റെ ആത്മാവിനെ പിതാവിന്റെ തൃക്കരത്തിൽ കൊടുത്ത ദിവസം അന്ന് ഉയർപ്പ് നടന്നു. അതിനുശേഷം മരിച്ചുപോയവരുടെ ആത്മാക്കൾ എവിടെ? അതാണ് കല്ലറ. ആ കല്ലറയുടെ അടുക്കൽ അടക്ക ശുശ്രൂഷ സമയത്ത് പറയാറുണ്ട്, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പ എഴുന്നേറ്റ് വരും എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മാക്കൾ വിശ്രമത്തിന് വേണ്ടി പോയിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ആ ആത്മാക്കൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് നമ്മൾ മരിച്ചാൽ നമ്മുടെ ആത്മാവ് എവിടെയായിരിക്കും? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കും. അല്ലാത്തവരുടെ ആത്മാക്കൾ നരകത്തിലല്ല, യാതനാ സ്ഥലത്തായിരിക്കും. ഹല്ലേലൂയ. എന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഇവിടെ വായിച്ചു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ആത്മാക്കൾ അവരുടെ എവിടെയാണ് അടക്കം ചെയ്തത് അതേ കല്ലറയിൽ വന്ന് അന്ന് അവർ പൊട്ടി ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ചിലർക്കൊരു സംശയം, അങ്ങനെയാണെങ്കിൽ പാസ്റ്ററെ, ഞാൻ ഈ പത്തനംതിട്ടയ്ക്ക് അടുത്തൊരു ഇങ്ങനെ മരണാനന്തര ജീവിതം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, പ്രിയ സ്നേഹിതര്, അതുകൊണ്ട് മരണത്തിന് ശേഷം ചെയ്യുന്ന ക്രിയകൾ കൊണ്ടോ ബലിയർപ്പണങ്ങൾ കൊണ്ടോ കല്ലറ പ്രാർത്ഥനകൾ കൊണ്ടോ ഒരിക്കൽ പോലും നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകത്തില്ല, നിത്യശാന്തി ലഭിക്കത്തില്ല എന്ന് ഞാൻ പ്രസംഗിച്ചു.
അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ പ്രസംഗിച്ചതെല്ലാം 100% ശരിയാണ്. ഇതുപോലെ ഡൗട്ടുള്ളവർ ഇപ്പം തന്നെ ഡൗട്ട് ആയവർ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് എന്താണ് സംശയം? അപ്പോൾ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? പാസ്റ്റർ പറഞ്ഞതെല്ലാം കറക്റ്റാണ്, പക്ഷെ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ആ സംശയം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്ന് അറിയാമോ? പാസ്റ്റർ, ഞാൻ പഠിച്ചിരിക്കുന്ന നേരെ തിരിച്ചാ. എന്താ? ഈ ലോകത്തിൽ എങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചാലും കുഴപ്പമില്ല, മരിച്ചതിന് ശേഷം എന്റെ ബന്ധുക്കൾ അനുഷ്ഠിക്കുന്ന ബലിയർപ്പണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മരണാനന്തര ചടങ്ങുകൾ കൊണ്ടും കല്ലറ പ്രാർത്ഥനകൾ കൊണ്ടും എന്റെ ആത്മാവ് ബെസ്ഫുർഖാന എന്നറിയപ്പെടുന്ന ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്. ആ ശുദ്ധീകരണ സ്ഥലം വഴി സ്വർഗത്തിൽ പോകുമെന്ന ഞാൻ പഠിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയ സ്നേഹിത, ബൈബിൾ നാം പഠിക്കുമ്പോൾ ധനവാന്റെയും ലാസറിന്റെയും ഒരു കഥ നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് കേട്ടിട്ടുള്ളവരെന്ന് കരകയർത്തി നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ധനവാനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നല്ലവനായ ധനവാൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരേക്കാൾ നല്ലവനായ ധനവാനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്തേ? നമ്മുടെ വീട്ടിന്റെ പടിപ്പുരയിൽ ശരീരം മുഴുവനും വെണ്ണം നിറഞ്ഞ ഒരൊറ്റ വ്യക്തികളെയും നമ്മൾ കയറ്റി പാർപ്പിക്കാൻ തയ്യാറാകത്തില്ല. ഹല്ലേലൂയ. ഒരു ഭിക്ഷക്കാരൻ വന്നാൽ പോലും ഗേറ്റിനകത്തേക്ക് കടക്കാൻ നമ്മൾ ആഗ്രഹിക്കാത്തവരാ. പക്ഷെ ആ ധനവാനെ നിങ്ങൾ നോക്കിയേ, ഒരു ലാസർ എന്നറിയപ്പെടുന്ന ശരീരം മുഴുവൻ വൃണ്ണത്താൽ നിറയപ്പെട്ട ഒരു ലാസറിന് വേണ്ടി ഗേറ്റ് തുറന്നു കൊടുത്ത, പടിപ്പുര തുറന്നു കൊടുത്ത ഒരു സമൂഹം മുഴുവനും അറിയപ്പെടുന്ന നല്ലവരായ സമൂഹത്തെ നല്ല പ്രവൃത്തികൾ ചെയ്ത നല്ല ധനവാനാ. പക്ഷെ അവൻ മരിച്ചു. നല്ല ശവസംസ്കാര ശുശ്രൂഷ കിട്ടിക്കാണും. ആ അനേക പുരോഹിതന്മാർ ആ ശുശ്രൂഷയിൽ പങ്കാളികളായി കാണും. നല്ല കൊയർ ടീം വന്ന് കാണും. പക്ഷേ അവന്റെ ആത്മാവ് എവിടെ പോയി എന്ന് പറഞ്ഞേ? യാതനാസ്ഥലത്ത് പോയി. എവിടെ പോയി? യാതനാസ്ഥലത്ത് പോയി. അടുത്ത ഈ ലാസർ മരിച്ചു. അടക്കം കിട്ടിയോന്ന് അറിയത്തില്ല. പക്ഷെ ലാസറിന്റെ ആത്മാവ് എവിടെ പോയി എന്നറിയാമോ? അബ്രഹാം പിതാവിന്റെ മടി എന്നറിയപ്പെടുന്ന പർദീസിലേക്ക് എത്തി. അങ്ങനെ ഈ ലാസർ ഈ യാതനാസ്ഥലത്ത് കിടന്ന് ആ അബ്രഹാം പിതാവിനെ നോക്കിയപ്പോൾ മടിയിൽ ആരിപ്പുണ്ട്? പടിപ്പുരയിൽ കിടന്ന ലാസർ ഇരിപ്പുണ്ട്. എന്നിട്ട് ഈ അബ്രഹാം പിതാവിനോട് ഈ ധനവാൻ വിളിച്ചു പറയുന്ന ഒരു രംഗമുണ്ട്. എന്താ? അബ്രഹാം പിതാവേ, അബ്രഹാം പിതാവേ, ആ ലാസറിനെ ഒന്ന് ഇങ്ങോട്ട് അയക്കോ, അവന്റെ ആ വിരൽ വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ നനയ്ക്കാം, അവനെ ഒന്ന് ഇങ്ങോട്ട് അയക്കോ എന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പിതാവ് തിരിച്ചു പറഞ്ഞൊരു മറുപടി ഉണ്ട്, മോനെ, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. നടുവിലൊരു പിളർപ്പുണ്ട്. അതിനർത്ഥം ബെസ്ഫുർഖാന എന്നറിയപ്പെടുന്ന ഒരു ശുദ്ധീകരണ സ്ഥലം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ധനവാന് വേണ്ടി അവിടെ പുരോഹിതന്മാരുണ്ട്, അവിടെ സഹോദരന്മാരുണ്ട്, അവിടെ ബലിയർപ്പണങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ അനേക പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. അവൻ എന്നേ ബെസ്ഫുർഖാന വഴി അബ്രഹാം പിതാവിന്റെ മടിയിലെത്തുമായിരുന്നു. ബൈബിൾ പഠിക്കുന്നു, പറയുന്നു, യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ഇനി വരാൻ പറ്റില്ല. എന്നിട്ടും ആ ചെറുപ്പക്കാരന്റെ സംശയം തീർന്നില്ല. അപ്പൊ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതല്ലാതെ വേറെ വല്ല തെളിവുണ്ടോ? തെളിവ് പറയാൻ പോവുകയാണ്. എല്ലാവരും വായിച്ചോട്ടെ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ പിയോസ് ബൈബിൾ ആയിരിക്കാം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഹോശന്ന ബൈബിൾ ആയിരിക്കാം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് ബൈബിൾ ആണെങ്കിലും സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒരു മരിച്ച വ്യക്തിയെ കുറിച്ചുള്ള കാര്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 5-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണേ, ജീവിച്ചിരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു. ഇന്ന് രാത്രി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മരിക്കും. പക്ഷേ അടുത്ത് കാണുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? മരിച്ചതിന് ശേഷം എത്ര വില കൂടിയ പെട്ടിക്കകത്ത് കിടത്തിയാൽ, മരിച്ചതിന് ശേഷം എത്ര വില കൂടിയ തുണി കൊണ്ട് പൊതിഞ്ഞാൽ, മരിച്ചതിന് ശേഷം എത്ര വില കൂടിയ മാർബിൾ കൊണ്ട് കല്ലറകൾ പണിത് പ്രതിഷ്ഠകൾ നടത്തിയാലും, മരിച്ചതിന് ശേഷം മരിച്ചവരുടെ പേരിൽ 10 വീട് വെച്ചു കൊടുത്താലും, മരിച്ചതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്താലും അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്നവർ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അടുത്ത വാക്യം, മേലാൽ എന്ന് പറഞ്ഞ മരിച്ചതിന് ശേഷം മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല. അതിന്റെ അർത്ഥം, പ്രിയ സ്നേഹിതരെ, മരിച്ചതിന് ശേഷം നമ്മുടെ അപ്പന് വേണ്ടിയോ അമ്മയ്ക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ഭർത്താവിന് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും അവിടെ വായിക്കുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അതിന്റെ അർത്ഥം, നിന്റെ അപ്പനോ അമ്മയും ജീവനോടിരിക്കുമ്പോൾ നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം,
അപ്പനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ നല്ല ആഹാരം മേടിച്ചു കൊടുക്കണം. അപ്പനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി നന്നായിട്ട് ചിരിച്ച് വർത്തമാനം പറയണം. അപ്പനും അമ്മയും ജീവനോടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാമോ അത് നമ്മൾ ചെയ്യണം. അല്ലാതെ മരിച്ചതിന് ശേഷം 10 പേരെ കാണിക്കാൻ വേണ്ടി വില കൂടിയ പെട്ടിക്കകത്ത് കിടത്തിയാലോ, വില കൂടിയ കല്ലറകൾ പണിതാലോ, എത്ര വലിയ അടക്ക ശുശ്രൂഷ നടത്തിയാലോ അവർക്ക് ഒരു പ്രതിഫലവുമില്ല. ഇത് ഞാനല്ല പറയുന്നത്, സത്യവേദ പുസ്തകം എന്നറിയപ്പെടുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളാ ഇത് പഠിപ്പിക്കുന്നത്. ശവപ്പെട്ടി കടയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നല്ലതാണ്. അത് കേട്ടപ്പോഴേ നിങ്ങൾ ഒരുമാതിരിക്കുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയുടെ ശവപ്പെട്ടി ഇരിപ്പുണ്ട്, 1 ലക്ഷം രൂപയുടെ ശവപ്പെട്ടി ഇരിപ്പുണ്ട്, 70,000 രൂപയുടെ ശവപ്പെട്ടി ഇരിപ്പുണ്ട്, 3,500 രൂപയുടെ റബ്ബർ മരം കൊണ്ടുള്ള ശവപ്പെട്ടി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ശവപ്പെട്ടി കടക്കാരനോട് ചോദിച്ചു, ഈ 1.5 ലക്ഷം രൂപയുടെ ഈ ശവപ്പെട്ടി ആരാ മേടിക്കുന്നതെന്ന് ചോദിച്ചു. ഇത്രയും വില കൂടി ഈ ശവപ്പെട്ടി ആരാ വാങ്ങുന്നത്? അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അപ്പനെ അമ്മയെ നേരെ നോക്കാത്ത മക്കളെ വാങ്ങുന്നതെന്ന്. ഹല്ലേലൂയ. അപ്പനെ അമ്മയെ നേരെ നോക്കാതെ എത്ര നീ സ്തോത്രം പറഞ്ഞാലും സ്വർഗ്ഗത്തിൽ പോവില്ല. നീ അപ്പനെ അമ്മയെ നേരെ നോക്കാതെ എത്ര ഹല്ലേലൂയ പറഞ്ഞാലും, അപ്പനെ അമ്മയെ നേരെ നോക്കാതെ എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്താലോ, അപ്പനെ അമ്മയെ നീ നേരെ നോക്കാതെ ഈ ലോകത്തിൽ എന്തെല്ലാം ചെയ്താലോ ഹല്ലേലൂയ ഓമേ നീ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. കാരണം എന്ത്? ജീവനോടിരിക്കുമ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു ഭാര്യയും ഭർത്താവും ഒരിക്കൽ പോലും പിണങ്ങിക്കിടന്നുറങ്ങല്ലേ. കാരണം പിറ്റേ ദിവസം നിങ്ങളിൽ ഒരാൾ മാറ്റപ്പെട്ടാൽ, നിന്റെ ഭാര്യ മാറ്റപ്പെട്ടാൽ, പിന്നെ ഭർത്താവ് എന്നുള്ള പദവി അവിടെ തീരുകയാ. മാത്രമല്ല അവരെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല. നിന്റെ ഭർത്താവ് നാളെ ലോകം വിട്ട് മാറ്റപ്പെട്ടാൽ ഭാര്യ എന്നുള്ള സ്ഥാനം അവിടെ തീരുകയാ. നിന്റെ അപ്പന് നാളെ ലോകം വിട്ട് മാറ്റപ്പെട്ടാൽ അവിടെ മകൻ എന്നുള്ള സ്ഥാനം അവിടെ തീരുകയാ. ഞങ്ങളൊക്കെ ഒരു വീഡിയോ കണ്ടു, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഒരു ഭാര്യ, ഈ ഭർത്താവ് ഉറങ്ങാൻ സമയമായി ഭാര്യ നേരത്തെ പോയിട്ട് പിണങ്ങി. ഭർത്താവ് ഭാര്യയും കൂടെ ചെറിയൊരു ചൗദരി പിണക്കം. ഈ ഭാര്യ നേരത്തെ പോയി ഭർത്താവിന് തലയുടെ കൂടെ എടുത്ത് വെച്ചിട്ട് പുതപ്പും കൂടി കിടക്കുക. ഭർത്താവ് അടുത്തേതിങ്ങനെ തട്ടി വിളിച്ചു. അപ്പോൾ ഭാര്യ എന്ത് ചെയ്യുകയാണ്? ഈ ഭർത്താവിന് തലയുടെ ചവിട്ടി താഴെ ഇടുകയാണ്. ഞാൻ കണ്ട കാര്യം പറയുകയാണ്. ചവിട്ടി താഴെ ഇടുന്നു. ഭർത്താവ് പാവം മനുഷ്യൻ, അയാൾ ഒന്നും മിണ്ടുന്നില്ല. അയാൾ വീണ്ടും തലയെടുത്ത് വയ്ക്കും, ഭാര്യ ചവിട്ടി താഴെ ഇടും. അയാൾ വീണ്ടും കിടക്കാൻ ശ്രമിക്കും, അവർ അനുവദിക്കത്തില്ല. അവസാനം അദ്ദേഹം കുറച്ച് സമയം നിന്നതിന് ശേഷം ആ കട്ടിന്റെ താഴെ പായ് വിരിച്ചിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ കിടക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അദ്ദേഹത്തിന്റെ കണ്ണിൽ കൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകി കിടപ്പുണ്ട്. പക്ഷേ ചില മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ ഭാര്യ എഴുന്നേറ്റ് ഭർത്താവിനെ വിളിക്കുമ്പോൾ ഭർത്താവിന് അനക്കമില്ല. ശ്രദ്ധിച്ചോക്കണം, ഭർത്താവിന് എന്തില്ല? അനക്കമില്ല. ഭർത്താവിനെങ്കിലും കുലുക്കി വിളിക്കുന്നു, ഭർത്താവിന് അനക്കമില്ല. ഭർത്താവിന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ത്? ആ അവസാന നിമിഷമാ അവളോട് ഒന്ന് കിടക്കാൻ വേണ്ടി അദ്ദേഹം വന്നത്. പക്ഷെ ഭാര്യ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതുപോലെ നാളെ നിന്റെ ഭർത്താവ് നിന്റെ അടുക്കൽ ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. നാളെ നിന്റെ ഭാര്യ നിന്റെ അടുക്കൽ ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. നാളെ നിന്റെ അപ്പനും അമ്മയും ഈ ലോകത്തിൽ ഉണ്ടാകുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതുകൊണ്ട് അവർ ജീവനോട് ഇരിക്കുമ്പോൾ എത്രത്തോളം സ്നേഹിക്കാമോ അത് നമ്മൾ ചെയ്യണം. കാരണം മരിച്ചതിന് ശേഷം അവിടെ വായിക്കുന്ന എങ്ങനെയാ? മരിച്ചവരോ, ജീവിച്ചിരിക്കുന്നവർ മരിക്കുമെന്നറിയുന്നു, മരിച്ചവരോ ഒന്നും അറിയുന്നില്ല. അടുത്ത മേലാൽ അവർക്കൊരു പ്രതിഫലവുമില്ല. അടുത്തത് അവരുടെ ഓർമ്മ വിട്ടുപോകുന്നല്ലോ. അടുത്തത് പ്രധാനപ്പെട്ട വാക്യമാണ്. അവരുടെ സ്നേഹവും അവരുടെ ദേഷ്യവും അസൂയയും എല്ലാം മരണത്തോടെ നശിക്കുക. അല്ലാതെ ആരോ പറഞ്ഞ പോലെ പാസ്റ്റർ എന്റെ മരിച്ചുപോയി എന്നാളില്ലേ, അതെ ഇന്നലെ രാത്രി എന്റെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു, കുറെ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിപ്പിച്ചിട്ടാ പോയെന്ന്. അങ്ങനെ ഒന്നും വരാൻ പറ്റില്ല. അവരുടെ സ്നേഹവും അടുത്ത് അവരുടെ ദേഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ ആത്മഹത്യ ചെയ്ത വ്യക്തി, അവിടെ ദുർമരണപ്പെട്ട വ്യക്തി, അതുവഴി ഞാൻ പോയപ്പോൾ എന്നെ കൈയാട്ടി വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു കേട്ടില്ലേ? അങ്ങനെയൊന്നും വിളിക്കാൻ വരത്തില്ല. ജനലിൽ കൂടെ എത്തി നോക്കാൻ വരത്തില്ല. നിന്നെ വന്ന് മിക്കൽപ്പെടുത്താനൊന്നും ആരും വരത്തില്ല. കാരണം വായിക്കുന്നു, മരിച്ച വ്യക്തിയുടെ പ്രത്യേകത അവരുടെ സ്നേഹവും അവരുടെ ദേഷ്യവും അവരുടെ അസൂയയും എല്ലാം മരണത്തോടെ അവസാനിച്ചു. അടുത്തതാ പ്രധാനപ്പെട്ട വാക്ക്. ആ ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചില്ലേ, പാസ്റ്ററെ മരിച്ചതിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടോ കല്ലറ പ്രാർത്ഥനകൾ കൊണ്ടോ ബലിയർപ്പണങ്ങൾ കൊണ്ടോ ഒരു പ്രയോജനമില്ലെന്ന് ബൈബിൾ തെളിവുണ്ടോ? അതിന്റെ മറുപടി തെളിവായി എന്നെ അടുത്ത് വായിക്കാൻ പോകുന്നത്. സൂര്യന് കീഴെ നടക്കുന്ന യാതൊരു കർമ്മങ്ങൾക്കും ഒരിക്കലും
ആ മരിച്ചു പോയവർക്ക് ഓഹരിയില്ല. കരമൂർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സ്നേഹിത, ജീവനോടിരിക്കുമ്പോ, ആരോഗ്യത്തോടിരിക്കുമ്പോ എത്രത്തോളം ദൈവത്തെ പ്രസാദിപ്പിക്കാമോ, എത്രത്തോളം വിശുദ്ധ ജീവിതം നയിക്കാമോ, ഒരു ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കാമോ, അതനുസരിച്ച് മാത്രമേ കർത്താവ് താൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ പൈൻ ചിറകടിച്ച് പറന്നുയരണമെങ്കിൽ ഈ ആരോഗ്യമുള്ളപ്പോൾ, ഈ ജീവനുള്ളപ്പോൾ കർത്താവിനെ നന്നായിട്ട് പ്രസാദിപ്പിക്കണം. നിങ്ങളുടെ ഗരിപ്പ് കണ്ടപ്പോൾ ഒരു പാട്ടിന്റെ 4 വരി പാടണമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് സന്തോഷമാവുമല്ലോ. ഹല്ലേലൂയ. എന്റെ ദൈവദൂത വരുന്നു, എന്നെ ദൈവദൂത വരുമ്പോ വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു, വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. ചെറുപടാ ഈ പാട്ട് കേൾക്കുമ്പോൾ നെഞ്ചിനകത്ത് പിടപെടപ്പ് വരുന്ന ആൾക്കാരുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ വെപ്രാളം വരുന്ന ആൾക്കാരുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും എണീറ്റ് പോകാൻ തോന്നിയ ആരെങ്കിലും ഇരിപ്പുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ വെപ്രാളല്ല വരേണ്ടത്. ഈ പാട്ട് നാഗൽ സാഹിബ് കാളവണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ എഴുതിയ വരികളാ. ഇത് ശവപ്പെട്ടി പൊക്കുമ്പോൾ പാടാനുള്ള പാട്ടല്ല. ആരോ പണ്ട് ശവപ്പെട്ടി എടുത്തപ്പോൾ ആ പാടിയത് കൊണ്ട് ഇന്ന് ഇതൊരു മരണപ്പാട്ടായി മാറി. നാഗൽ സാഹിബ് കാളവണ്ടിയിൽ നിന്ന് എഴുതിയ വരി എങ്ങനെയാ? സമയമാകുന്ന രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുക. എന്റെ അർത്ഥം ജീവനോടിരിക്കുന്ന നമ്മളാ ഇത് പാടേണ്ടത്. ഈ സമയമാകുന്ന രഥത്തിൽ നമ്മളാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, മരിച്ചവരല്ല. കരമൂർത്തി കർത്താവിനെ സ്തുതിച്ച്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന യേശുക്രിസ്തു രണ്ടാമത്തെ വരവിന്റെ 1-ാം രംഗം പോലും തീരത്തില്ല. അപ്പോൾ 1-ാമത്തെ രംഗത്തിന്റെ അടുത്ത ഭാഗം ചിലർക്കൊരു സംശയമുണ്ട്. എന്താണെന്നറിയാമോ? പ്രിയ കർത്താവിന്റെ ദാസനെ, യേശുക്രിസ്തു രണ്ടാമത് വരുമ്പോൾ, കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ നമ്മൾ പറന്നുയരുമെന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഈ ശരീരത്തോടു കൂടിയാണോ പറന്നുയരുന്നത്? ഇതുപോലെ പാന്റും ഷർട്ടൊക്കെ ഇട്ട്, ഇതുപോലെ ചുരിദാറിട്ട്, സാരി ഉടുത്ത്, അല്ലെങ്കിൽ മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് ഇതേ വേഷത്തിലാണോ യേശുക്രിസ്തുവിൻ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുന്നോ എന്ന് സംശയമുള്ള ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. അതാണ് ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 40-ാം വാക്യം മുതൽ 53-ാം വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ വായിക്കുമ്പോൾ കാണുന്നത് 8 വിധ യോഗ്യതയുള്ള ശരീരത്തോടു കൂടിയാണ് കാഹളം കേൾക്കുമ്പോൾ നാം രൂപാന്തരപ്പെടുന്നത്. എല്ലാവരും പറഞ്ഞേ, 8 വിധ യോഗ്യതയുള്ള ശരീരത്തോടെ. ഈ പ്രസംഗം വീട്ടിൽ പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കും, ഇന്നെന്താ പ്രസംഗിച്ചേ? രണ്ടാം വരവ് എന്ന് പറയുന്ന വിഷയം പ്രസംഗിച്ചു എന്നല്ല പറയേണ്ടത്. ഇത് ഓർഡർ അനുസരിച്ച് നിങ്ങൾ പറയണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നിർത്തി ഒരു ക്ലാസ് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവൻ 8 വിധ യോഗ്യതയുള്ള ശരീരത്തോടുകൂടി നാം ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. അതിന്റെ 1-ാമത് പ്രത്യേകത, സമയമില്ലാത്തതുകൊണ്ട് എല്ലാം വായിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞങ്ങ് പോകുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 40-ാം വാക്യം നാം പ്രാപിക്കാൻ പോകുന്ന ശരീരത്തിന്റെ 1-ാമത് പ്രത്യേകത അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. അതിനർത്ഥം ഈ പ്രസംഗിക്കുന്ന ഈ ശരീരവും ഈ കസേരയിലിരിക്കുന്ന
ഇരിക്കുന്ന ശരീരവും ഇത് ഭൗമിക ശരീരമാണ്. ഈ ഭൗമിക ശരീരത്തിന് സ്വർഗത്തിൽ വസിക്കാൻ കഴിയത്തില്ല. ഈ ശരീരത്തിന് സ്വർഗത്തിൽ പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവിന്റെ ഗംഭീരനാഥം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ ഒരു സ്വർഗീയ ശരീരത്തോട് നാം ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. രണ്ടാമത് നാം പ്രാപിക്കാൻ പോകുന്ന ശരീരത്തിന്റെ പ്രത്യേകത, അതിന്റെ 43-ാമത്തെ വാക്യം, അതിന്റെ അർത്ഥം ഇതാണ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? അദ്രവത്വമുള്ള ശരീരം എന്ന് പറഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭാര്യ അല്ലെങ്കിൽ എന്റെ മക്കൾ, എത്ര സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ഭർത്താവാണെങ്കിലും, എത്ര സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ചോദ്യമാ. എന്താ ചോദ്യം എന്നറിയാമോ? എപ്പോഴാ അടക്കം? അങ്ങനെയല്ലേ? നിങ്ങൾ അമേരിക്കയിൽ നിന്നൊക്കെ വന്നവരായത് കൊണ്ടത് മനസ്സിലാകുന്നില്ലായിരിക്കോ? നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്. മരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ചോദ്യമുള്ളൂ, എപ്പോഴാ അടക്കവും. അതിന്റെ അർത്ഥം എന്നറിയാമോ? ഈ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ശരീരമാ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത്. ദ്രവിച്ചു പോകുന്ന ശരീരമാണ് ഈ മനുഷ്യന്റെ ശരീരം. ഈ ദ്രവിച്ചു പോകുന്ന ശരീരത്തിന് ഒരിക്കലും സ്വർഗത്തിൽ വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവിന്റെ ഗംഭീരനാഥം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ നാം പ്രാപിക്കാൻ പോകുന്ന ശരീരത്തിന്റെ രണ്ടാമത് പ്രത്യേകത 42-ാം വാക്യത്തിൽ കാണുന്നു. അദ്രവത്വമുള്ള ശരീരത്തോട് നാം രൂപാന്തരപ്പെടും. മൂന്നാമത് നാം പ്രാപിക്കാൻ പോകുന്ന ശരീരത്തിന്റെ പ്രത്യേകത അതിന്റെ 43-ാം വാക്യത്തിൽ കാണുന്നു. ഇത് പ്രകാശമില്ലാത്ത ശരീരമാണ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നേരെ ഇല്ല. 10,000 വാട്ട്സ് ലൈറ്റ് വെച്ചാലും എന്നെ നേരെ കാണാൻ പറ്റില്ല. അതിന്റെ അർത്ഥം ഈ ശരീരം പ്രകാശമില്ലാത്ത ശരീരമാണ്. സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് ഡിപ്രഷന് അടിമകളായ ആൾക്കാരുണ്ട്. സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് വീടിന്റെ പുറത്തിറങ്ങാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന, പുറത്ത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു 70, 80, 100 വർഷം മാത്രം ഈ ശരീരത്തെ ചുമന്നാൽ മതി. പക്ഷേ കർത്താവിന്റെ ഗംഭീരനാഥം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ നാം പ്രാപിക്കാൻ പോകുന്ന ശരീരത്തിന്റെ മൂന്നാമത് പ്രത്യേകത തേജസ്സുള്ള ശരീരത്തോടെ. എല്ലാവരും പറഞ്ഞേ, തേജസ്സുള്ള, പ്രകാശമുള്ള. അതാ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കോ. അവിടെ ഇനി സൂര്യനില്ല, അവിടെ ഇനി ചന്ദ്രനില്ല. അങ്ങനെയുള്ള ദേശത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ സൂര്യനെ പോലെ പ്രകാശിക്കോ. അടുത്തിരിക്കുന്നവർ കരം കൊടുത്ത് പറ, അത് നീ പ്രാപിക്കുമെന്ന് പറ. അയ്യോ, വെറുതെ കുറിക്കാനല്ല പറഞ്ഞേ, നീ പ്രാപിക്കുന്ന പറ, സമയം തരാം. അതിൽ ഇന്ന് രാത്രി ആ പ്രത്യാശയോടുകൂടെ മാത്രമേ തിരിച്ചു പോകാവൂ. ആമേൻ. കർത്താവിന്റെ ഗംഭീരനാഥം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ, നാലാമത് നാം പ്രാപിക്കാൻ പോകുന്ന ശരീരത്തിന്റെ പ്രത്യേകത 43-ാം വാക്യത്തിൽ തന്നെയുണ്ട്. ഇത് ബലഹീനമാകുന്ന ശരീരമാണ്. ഒരു ചെറിയ പനി വന്നാൽ മതി, ഒരു ചെറിയ വൈറസ് വന്നാൽ മതി, ഈ ശരീരം ബലഹീനമാകുന്ന ശരീരമാണ്. പക്ഷേ കർത്താവിന്റെ ഗംഭീരനാഥം കേൾക്കുമ്പോൾ, ആമേൻ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ശക്തിയുള്ള ശരീരത്തോട് നാം രൂപാന്തരപ്പെടും. അതിന്റെ അർത്ഥം ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും പറയാൻ പറ്റും, എന്തെങ്കിലും ഒരു ചെറിയ രോഗമെങ്കിലും ഇല്ലാത്ത ആരും ഇതിനകത്തില്ല, ഇല്ലേ? ചില ആൾക്കാരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് എന്താണെന്നറിയോ? പാസ്റ്ററെ, എന്റെ ശരീരത്തിന്റെ മുഴുവൻ രോഗം എടുത്ത് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ ഞാൻ അവരോട് പറയും, മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലേ? അതല്ലേ ഉള്ളൂ. അതിന്റെ അർത്ഥം ചില രോഗങ്ങൾ മരണം വരെ ഉണ്ടാകും. സ്തോത്രം. ചില രോഗങ്ങൾ മരണം വരെ ഉണ്ടാകും. ആമേ. എല്ലാവർക്കും രോഗമുണ്ട്. കാരണം നമ്മൾ ആയുസിന്റെ പകുതിയായവരാ, മുക്കാലും കഴിഞ്ഞവരാ. ഇനി എന്തിനാ ഇതൊക്കെ ചിന്തിക്കുന്നത്? പകുതിയും മുക്കാലും തീർന്നവരാ നമ്മളെല്ലാവരും. ഇനി അടുത്ത് ചിന്തിക്കേണ്ടതെന്നറിയാമോ? ബലഹീനമാകാത്ത, രോഗം പിടിക്കാത്ത ഒരു ശരീരം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ്. ഒരു കോവിഡിനും ഒരു വൈറസിനും പിടിക്കാൻ കഴിയാത്തത്, ഈ ലോകത്തിലെ ഒരു രോഗശക്തിക്ക് തൊടുവാൻ കഴിയാത്ത, ഒരു ബലഹീനമാകാത്ത ശക്തിയുള്ള ശരീരത്തോട് കർത്താവ് രണ്ടാമത്തെ വരവിൽ നാം എടുക്കപ്പെടും. പൗലോസിന്റെ ശരീരത്തിൽ ഒരു രോഗം ഉണ്ടായിരുന്നു. പൗലോസ് പലപ്പോഴും ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എന്റെ ഈ ബലഹീനത, എന്റെ ഈ രോഗം ഒന്നെടുത്ത് മാറ്റണേ. അപ്പോൾ തിരിച്ച് കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്, എടാ പൗലോസേ, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഹല്ലേലൂയ. പക്ഷേ ആ രോഗത്തെ, ആ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന എന്റെ കൃപ നിനക്ക് മതി. എത്ര പേർ അതാഗ്രഹിക്കുന്നു? ഇനി എത്ര നാൾ ഈ ലോകത്ത് ജീവിക്കുമെന്ന് അറിയത്തില്ല. പക്ഷെ അത്രയും നാളും നമ്മുടെ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന ബലഹീനതകള്, രോഗങ്ങളെ, ഷുഗറിനെ, പ്രഷറിനെ, അതിനെയൊക്കെ തികഞ്ഞു വരുന്ന, അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ കൃപയാണ് ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കേണ്ടത്. അത് പ്രാപിക്കുന്നവർക്ക് ധൈര്യമായി പറയാൻ കഴിയും, ഈ രോഗമുള്ള ശരീരം കുറച്ചു നാൾ ചുമന്നാൽ മതി, ഈ ബലഹീനമാകുന്ന ശരീരം കുറച്ചു നാൾ ചുമന്നാൽ മതി. അതുകൊണ്ട് ഈ ശരീരത്തെ ഓർത്ത് ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന ആരെങ്കിലും ഇതിനകത്ത്
ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രത്യാശയോടെ പറ, ബലഹീനമാകാത്ത ഒരു ശക്തിയുള്ള ശരീരം ഞാൻ പ്രാപിക്കാൻ പോകുന്നു. കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ ആ ബലഹീനമാകാത്ത ശരീരത്തോടെ ഞാൻ ഉയർത്തെഴുന്നേൽക്കാം. ഹല്ലേലൂയ. അടുത്ത അഞ്ചാമത് നാം പ്രാപിക്കാൻ പോകുന്ന ശരീരത്തിന്റെ പ്രത്യേകത അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മീയ ശരീരം. ഇത് ആത്മീയ ശരീരമല്ല, ഇത് ജഡമയമുള്ള ശരീരമാണ്. ഈ ജഡത്തിൽ ഒരിക്കലും വീണ്ടെടുപ്പ് ലഭിച്ചിട്ടില്ല. പക്ഷെ കർത്താവിന്റെ വരവിൽ നമ്മൾ ഒരു ആത്മീയ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. ആറാമത് നമ്മൾ പ്രാപിക്കാൻ പോകുന്ന ശരീരത്തിന്റെ പ്രത്യേകത അതൊന്ന് വായിക്കണം. 15-ാം അധ്യായം 49-ാമത്തെ വാക്യം. നാം പ്രാപിക്കാൻ പോകുന്ന ശരീരത്തിന്റെ ആറാമത് പ്രത്യേകത മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയ പ്രതിമയും ധരിക്കും. എല്ലാവരും ശ്രദ്ധിച്ച്, മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമയെ ധരിച്ചതുപോലെ. അതിനർത്ഥം ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമയാണ്. ഈ കസേരയിൽ ഇരിക്കുന്നത് മുഴുവനും മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമയാണ്. മണ്ണ് കൊണ്ടുള്ളവൻ ആരാണ് പറഞ്ഞേ? ആരും പറയുന്നില്ല. മണ്ണ് കൊണ്ടുള്ളവൻ ആരാ? ആദാമിനെയാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയത്, അല്ലേ? ആ മണ്ണുകൊണ്ടുള്ള ആദാമിന്റെ പ്രതിമയാ ഈ നിൽക്കുന്നത്. ഈ മണ്ണുകൊണ്ടുള്ള പ്രതിമയ്ക്ക് വിണ്ണിൽ വസിക്കാൻ കഴിയത്തില്ല, സ്വർഗത്തിൽ വസിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത് എങ്ങനെയാ? കാഹളം കേൾക്കുമ്പോൾ നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമയെ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ സ്വർഗീയനായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന് തുല്യമായ ഒരു ശരീരത്തോട് നാം എടുക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? മരണത്തെയും പാതാളത്തെയും ജയിച്ച് റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൻ മുദ്രയെ പൊട്ടിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ശരീരമാ യേശുക്രിസ്തുവിന്റെ ശരീരം. 40 ദിവസവും അടഞ്ഞു കിടന്ന ബിൽഡിങ്ങിനകത്ത് വരെ പ്രത്യക്ഷപ്പെട്ട ശരീരമാ യേശുക്രിസ്തുവിന്റെ ശരീരം. ഇതാ ശിഷ്യന്മാർ നോക്കി നിൽക്കെ ആകാശത്തിലേക്ക് പറന്നുയർന്ന ശരീരമാ യേശുക്രിസ്തുവിന്റെ ശരീരം. ഇതുപോലെ കാഹളം കേൾക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു 2ാമത്തെ വരവിൽ ഞാനും നിങ്ങളും ആ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് തുല്യമായ ഒരു ശരീരത്തോടെ നാം എടുക്കപ്പെടും. 7ാമത് പ്രത്യേകത, 100 മൈൽ സ്പീഡിൽ പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സമയം ഓടി പോകുന്നുണ്ട്. ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. ആ 7ാമത് പ്രത്യേകത 52-ാമത്തെ വാക്യം. ഇത് ക്ഷയിച്ചു പോകുന്ന ശരീരമാണ്, അല്ലേ? ഒരു ചെറിയ പനി വന്നാൽ മതി. കോവിഡ് ഒക്കെ വരുന്നതിന് മുൻപ് മസിൽ മേന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉരുട്ടി പിടിച്ചിട്ട് എന്റെ അടുത്തൊന്ന് പറയാറുണ്ട്, കണ്ടു എന്റെ മസിൽ. ഞാൻ അവനോട് തിരിച്ചു പറയും, എടാ 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് വയറിളകിയാൽ നിന്റെ മസിലെല്ലാം താഴെ പോകും. ഈ മസിൽമേന്മാരെല്ലാം ഇങ്ങനെ അട്ടകൊള്ളുന്നതുപോലെ കിടന്നു. എപ്പോഴാ? ചെറിയൊരു വൈറസ് വന്നപ്പോൾ, ചെറിയൊരു കോവിഡ് വന്നപ്പോൾ, ചെറിയൊരു വൈറസ് വന്നപ്പോൾ മസിൽമേന്മാരെല്ലാം ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന കണ്ടു. അതിന്റെ അർത്ഥം ഈ ശരീരത്തിന്റെ പ്രത്യേകത ഇത് ബലഹീനമാകുന്ന ശരീരമാണ്, അല്ലേ? ഒരു ചെറിയ പനി വന്നാൽ മതി, ഒരു ചെറിയ ജലദോഷം വന്നാൽ മതി, ബലഹീനമാകുന്നത് ഈ ശരീരം. ഈ ശരീരം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്ത്? അവിടെ രോഗമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ മരണമില്ല, അവിടെ സങ്കടമില്ല. അവിടെ വസിക്കണമെങ്കിൽ മറ്റൊരു ശരീരം ആവശ്യമാണ്. അതാണ് 52-ാം വാക്യത്തിൽ കാണുന്നു, അക്ഷയമായ ശരീരം. ആമേൻ. അക്ഷയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ക്ഷയിക്കാത്ത ശരീരം. സ്തോത്രം. ആ ശരീരത്തോടു കൂടിയാണ് നാം എടുക്കപ്പെടുന്നത്. ആമേൻ. സ്തോത്രം. 8ാമത് പ്രത്യേകത 53-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണുന്നു, ഇത് മരിച്ചു പോകുന്ന ശരീരമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ പോലും അറിയാതെ അല്പം വിഷം കലർന്ന ഈ ശരീരം മരിച്ചു പോകും. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാത്തൊരു വാഹനം വന്ന് തട്ടിയാൽ ഈ ശരീരം മരിച്ചു പോകും. പക്ഷേ ഞാൻ പ്രാപിക്കാൻ പോകുന്ന ശരീരത്തിന്റെ 8ാമത് പ്രത്യേകത അമർത്യതയുള്ള ശരീരം, ഒരിക്കലും മരിക്കാത്ത ശരീരം. എത്ര പേര് ആഗ്രഹിക്കുന്നത് പ്രാപിക്കണോ? ഈ കൺവെൻഷനിൽ വന്ന് ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ. 8 വിധ യോഗ്യതയുള്ള ശരീരത്തോട് എന്റെ കർത്താവിന്റെ 2ാമത്തെ വരവിൽ എനിക്ക് എടുക്കപ്പെടണമെന്ന് ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്തേക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ 8 വിധ യോഗ്യതയുള്ള ശരീരത്തോടെ നമ്മളെല്ലാവരും കൂടെ ഇപ്പൊ എവിടെ എത്തി? എന്ന് പറഞ്ഞേ, എവിടെ എത്തി? നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടോ? നമ്മളെല്ലാവരും കൂടെ ഇപ്പൊ എവിടെ എത്തി? വാനമേഘ എത്തി. എവിടെ എത്തി? കർത്താവ് എവിടെയാ വരുന്നത്? വാനമേഘയാണ്. വാനമേഘത്തിൽ. വാനമേഘത്തുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നത്? വാനമേഘത്തിൽ ഇരിക്കുന്ന മുഖം കണ്ടോ? ഒന്ന് ചിരിക്കുന്നേ, സന്തോഷിക്കേ. മസിലൊന്നും പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ എവിടെ എത്തി? വാനമേഘത്തിൽ. എങ്ങനെ എത്തിയ? 8 വിധ
യോഗ്യതയുള്ള ശരീരത്തോടെ നമ്മൾ അവിടെ എത്തി. ഇനി നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത് അവിടെ ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് കാണണ്ടേ? അവിടെ വാനമേഘം നമ്മളെത്തി. അവിടെ ചെല്ലുമ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കല്യാണത്തിനൊക്കെ ഈ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിൽ ജ്യൂസൊക്കെ ഒരു ഐറ്റം അല്ല, പലതരത്തിലുള്ള ജ്യൂസ് ഇങ്ങനെ കലക്കി വെച്ചിരിക്കാറുണ്ട്. ഷുഗറൊക്കെയുള്ള അപ്പച്ചന്മാർ അമ്മച്ചമാർ വീട്ടിലോ കിട്ടത്തില്ല. അവിടെ ചെന്ന് 3-4 ഗ്ലാസ് കുടിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അതിന്റെ അർത്ഥം കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് ഇങ്ങനെ ജ്യൂസൊക്കെ മധുരമുള്ള പാനീയങ്ങൾ കലക്കി വെച്ചിരിക്കുന്നത് പോലെ ഈ നമ്മൾ ഈ 8 വിധ യോഗ്യതയുള്ള ശരീരത്തോടെ അങ്ങ് എടുക്കപ്പെട്ട് അവിടെ ചെന്നാൽ ഉടനെ ജ്യൂസും തേൻ കൂട്ടിയ ദോശ പോലെ മധുരമുള്ള മന്നയും ജീവവൃക്ഷത്തിന്റെ ഫലമൊക്കെ തന്ന് നമ്മളെ സ്വീകരിക്കുമെന്നാണ് നമ്മുടെ ചിന്ത. അങ്ങനെയൊന്നുമല്ല. സ്തോത്രം. ഇപ്പോഴും ചില ആൾക്കാരുടെ മുഖമൊക്കെ വാടി. അടുത്ത രംഗം ഇനി പറയുമ്പോൾ കുറച്ചും കൂടെ പാടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്നറിയാമോ, അവിടെ അടുത്ത രംഗം എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ന്യായാസനം. എന്ന് പറഞ്ഞേ, ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഫസ്റ്റ് കാഴ്ച എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ഒരു കസേരയിൽ ജഡ്ജിയായിട്ടിരിപ്പുണ്ട്. അതിന്റെ മുൻപിൽ തീ കിടപ്പുണ്ട്. ഇവിടെ നിന്ന് പോയ നമ്മൾ എല്ലാവരെയും തീക്കകത്തൂടെ കയറ്റി വിടുന്നതാണ് അടുത്ത രംഗം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മൾ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ് എടുക്കപ്പെട്ടവരല്ലയോ, പിന്നെ എന്തിനാ തീക്കകത്തൂടെ കയറ്റി വിടുന്നത്? അതാണ് 2 വാക്യത്തിൽ കൂടെ തെളിയിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം ആദ്യം വായിക്കാം. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്ന ജഡ്ജി കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപ് നമ്മളാരും ജഡ്ജിയാകരുത്. അതിനർത്ഥം എന്താണ് വിധിക്കപ്പെടുന്നത്? എനിക്ക് യാതൊരു കുറ്റത്തെ കുറിച്ച് ബോധമില്ലെങ്കിലും, അതിന്റെ അർത്ഥം ബോധപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന ഒത്തിരി തെറ്റുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അതെന്താണ് ബോധപ്പെടാത്ത തെറ്റെന്നറിയാവോ? ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ സമയം മുതൽ ഈ പ്രസംഗം കേൾക്കുന്ന സമയം വരെയും നമുക്ക് ശരിയാണെന്ന് തോന്നിയ പലതും ദൈവത്തിന് മുമ്പിൽ തെറ്റായിരുന്നു. ഹല്ലേലൂയ. എന്തേ? നമുക്ക് ശരിയാണെന്ന് തോന്നിയ പലതും ദൈവത്തിന് മുമ്പിൽ എന്തായിരുന്നു? തെറ്റായിരുന്നു. അതാണ് ബോധപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന തെറ്റ്. നമുക്ക് തെറ്റായിട്ട് തോന്നിയില്ല, പക്ഷെ അത് മറഞ്ഞു കിടക്കുക. ഇതൊക്കെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ. അതാണ് അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിപ്പാൻ നാം എന്ന ലോകത്തിൽ എല്ലാവരും വാക്യമല്ലാതെ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവർക്കുള്ള വാക്യമോ? നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ വെളിപ്പെടേണ്ടതാകുന്നു. ഹല്ലേലൂയ. ബോധപ്പെടാതെ മറഞ്ഞു കിടക്കുന്ന തെറ്റുകൾ, ഉപദേശ പശുകൾ, അതാണ് വെളിപ്പെടുന്നത്. ഇനി കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 12-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 3-ന്റെ 12-ാം വാക്യം മുതൽ. ആ അടിസ്ഥാനത്തിന്മേൽ വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് ഇത്ര ഒന്ന് കാണാതെ പഠിക്കണം. ഒരു 6 സാധനത്തിന്റെ പേര് ഇത് വായിക്കാൻ പോവുകയാണ്. ഈ 6 സാധനത്തിന്റെ പേര് നിങ്ങൾ കാണാതെ പഠിക്കണം. എന്തൊക്കെയെന്നറിയാമോ? ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്ന് പറഞ്ഞേ. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ഇത് ഞാൻ എന്റെ വലത്ത് ഭാഗത്ത് വെച്ചു. നിങ്ങളും വെച്ചു വലത്ത് ഭാഗത്ത്. ചില ആൾക്കാർക്ക് നിരാശപ്പെട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടപ്പോ. എന്റെ വലത്ത് ഭാഗത്ത് ഞാൻ വെച്ചു, നിങ്ങളും വെച്ചു. ഓക്കെ, ഇനി മറക്കരുത് ഒരിക്കലും. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ഇടത് ഭാഗത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? മരം, പുല്ല്, വൈക്കോൽ. അപ്പോൾ നമ്മുടെ വലത്ത് ഭാഗത്ത് എന്ത് കിടപ്പുണ്ട്? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ഇടത് ഭാഗത്ത് എന്ത് കിടപ്പുണ്ട്? മരം, പുല്ല്, വൈക്കോൽ. അല്ലേ? കല്ല്, മരം, പുല്ല്, വൈക്കോൽ. വിലയേറിയ മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു. എന്നെ കൂടെ കൺഫ്യൂഷൻ ആക്കല്ലേ. ഇത് മറ്റേ വലത് ഭാഗത്ത് വെച്ച കല്ല് കൂടി കറി വന്നു. സ്വതം വലത് ഭാഗത്ത് വെച്ച് കഴിഞ്ഞു. വിലയേറിയ കല്ലും പൊന്നും വെള്ളിയും നമ്മൾ എവിടെ വെച്ചു? വലത് ഭാഗത്ത്. ഇനി അതിനെടുത്തോണ്ടെങ്കിൽ വരല്ലേ. ഇടത് ഭാഗത്ത് എന്ത് കിടപ്പുണ്ട്? മരം, പുല്ല്, വൈക്കോൽ. ഇനി ഇങ്ങോട്ട് നോക്കിയില്ലാരും. ഇതില് ഏതാണ് വിലയുള്ളത്, ഏതാണ് വിലയില്ലാത്തതെന്ന് പറയാൻ പോവുകയാണ്. എന്റെ വലത്തു ഭാഗത്തുള്ള കോടിക്കണക്കിന് വിലയുള്ള ഒരു വൈഡൂര്യ കല്ല് നിങ്ങൾ ആരും കാണാതെ എന്റെ പോക്കറ്റിൽ ഒളിപ്പിക്കാൻ പറ്റും. പറ്റത്തില്ലയോ? പറ്റും. വലത് ഭാഗത്തുള്ള ലക്ഷങ്ങൾ വിലയുള്ള പൊന്ന് നിങ്ങൾ ആരും കാണാതെ എനിക്ക് ഒളിപ്പിക്കാൻ പറ്റും. ശരീരത്തില് ലക്ഷങ്ങൾ വിലയുള്ള വെള്ളി നിങ്ങൾ ആരും കാണാതെ
എൻ്റെ ശരീരത്തിൽ എനിക്ക് ഒളിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ ഇടത് ഭാഗത്തുള്ള പുല്ല്, മരം, വൈക്കോൽ പോക്കറ്റിലിടാൻ പറ്റും. നിങ്ങളുടെ ഗരിപ്പ് കണ്ടപ്പോൾ മൗന സംഭവം. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള എല്ലാവരും വലിയ തടിയൊക്കെ എടുത്ത് പോക്കറ്റിട്ടുണ്ടാക്കും പോലെയാണ്. ഇടത് ഭാഗത്തുള്ള മരം, പുല്ല്, വൈക്കോൽ ഇത് ശരീരത്തിൽ ഒളിപ്പിക്കാൻ പറ്റില്ല. എത്ര വിലയില്ലാത്ത മരമാണെങ്കിലും ഒരു 10-100 പേരെ എന്ത് ചെയ്യാൻ പറ്റൂ? കൊണ്ടുപോകാൻ പറ്റൂ. അതിന്റെ അർത്ഥം നാം ചെയ്യുന്ന പ്രവൃത്തികൾ വിലയുള്ള പ്രവൃത്തിയാണോ വിലയില്ലാത്ത പ്രവൃത്തിയാണോ എന്ന് അവരവർ ശോധന ചെയ്യണം. ഹല്ലേലൂയ. എന്താണ് വിലയുള്ള പ്രവൃത്തി? ഈ വലത്തു ഭാഗത്തുള്ള ഈ പൊന്ന് അല്ലെങ്കിൽ ഈ വലത്ത് ഭാഗത്തുള്ള വൈഡൂര്യ കല്ല്, ഇത് ഞാൻ എന്റെ ശരീരത്തിൽ ഒളിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ദൈവനാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുത്താൽ ഈ ലോകത്തിലുള്ള ആരും നിങ്ങൾക്ക് പ്രോത്സാഹനത്തിന്റെ വാക്ക് തരത്തില്ല. നിങ്ങൾ ഒരു ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നോട്ടീസിൽ വരത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെയുള്ള സുവിശേഷ യോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്നത്തെ ഈ മീറ്റിംഗിന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച എത്രയോ ആൾക്കാർ ഇതിനകത്തിരിപ്പുണ്ട്. ഈ മീറ്റിംഗിന്റെ വിജയം എന്ന് പറയുന്നത് പ്രസംഗിക്കുന്നവരുടെ കഴിവല്ല, ഇതുപോലെ പ്രാർത്ഥിച്ച നിങ്ങളുടെ കഴിവാണ്. പക്ഷെ പ്രാർത്ഥിച്ച നിങ്ങളുടെ പേര് നോട്ടീസിൽ വരത്തില്ല, നിങ്ങളുടെ പേര് മൈക്കിൽ കൂടെ പറയത്തില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പൊന്നു പോലെ, വൈഡൂര്യ കല്ല് പോലെ, ഈ വെള്ളി പോലെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ വിലയുള്ളവരായി മാറും. എത്ര പേര് വിശ്വസിക്കുന്നു? അതാണ് എന്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കൊടുത്താൽ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ എന്തെല്ലാം നമ്മൾ പ്രവർത്തികൾ ദൈവം ഹിതപ്രകാരമുള്ള പ്രവർത്തികൾ ചെയ്യുന്നു അതിനെല്ലാം അവിടെ ചെല്ലുമ്പോൾ ഈ വലത്ത് ഭാഗത്തുള്ള പൊന്ന് പോലെ, വെള്ളി പോലെ, വൈഡൂര്യ കല്ല് പോലെ നാം എന്ത് ചെയ്യും? പുറത്തു വരും. പക്ഷെ ഇടത് ഭാഗത്തുള്ള കാര്യം എന്താണെന്നറിയാമോ? ഈ വൈക്കോൽ കൂമ്പാരം എന്ന് പറഞ്ഞാൽ 10-100 പേര് കണ്ടാ കൊണ്ടുപോകുന്നേ അല്ലേ? ഇതുപോലെ ശനിയാഴ്ച വരെ ദൈവഹിതമില്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെട്ട്, ദൈവഹിതമില്ലാത്ത സംസാരങ്ങളിൽ ഏർപ്പെട്ട്, ദൈവഹിതമില്ലാതെ ജീവിച്ച്, ബൈബിള് വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, കുടുംബ പ്രാർത്ഥനയില്ലാതെ, പേരിന് യോസഫ് മറിയക്കുട്ടിയെന്നും അല്ലെങ്കിൽ പേരിൽ ക്രിസ്ത്യാനി എന്ന് മാത്രമേ ഉള്ളൂ, ആ കട്ടളയിൽ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്തു ഈ ഭവനത്തിന് നാഥനെന്ന്. പക്ഷെ ദൈവവുമായി ഒരു ബന്ധമില്ലാതെ നടന്നിട്ട് ഞായറാഴ്ച ചെന്നിട്ട് ഞാനൊരു ദൈവ പൈതലാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിച്ച് നീ സ്തോത്രം പറഞ്ഞാൽ, അഭിനയിച്ച് നീ ഹല്ലേലൂയ പറഞ്ഞാൽ, അഭിനയിച്ച് നീ പാട്ട് പാടിയാൽ, അഭിനയിച്ച് നീ ദൈവത്തെ സ്തുതിച്ചാൽ, വൈക്കോൽ കൂമ്പാരം പോലെ, മരം പോലെ, പുല്ല് പോലെ മറ്റുള്ളവർ നോക്കുമ്പോൾ നീ ഒരു ദൈവഭക്തയാണ്, മറ്റുള്ളവർ നോക്കുമ്പോൾ നീ ഒരു ദൈവഭക്തനാണ്. പക്ഷെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരു ദിവസം നീ എത്തുന്ന ഒരു ദിവസമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അടുത്ത വാക്യം അടിസ്ഥാനത്തിൽ ആരെങ്കിലും അവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരുമോ? ജഡ്ജിയായിട്ട് ആരിപ്പുണ്ട്? കർത്താവ് ഇരിപ്പുണ്ട്. ആ ദിവസം തീയോട് വെളിപ്പെട്ട് വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഈ ലോകത്തിലായിരുന്നപ്പോൾ പുല്ല് പോലെയായിരുന്നു, വൈക്കോൽ പോലെയായിരുന്നു, മരം പോലെയായിരുന്നു, വെള്ളി പോലെയായിരുന്നു, പൊന്ന് പോലെയായിരുന്നു എന്ന് ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമായിരുന്നു എന്ന് ആരാ ശോധന ചെയ്യുന്നു? ഉറക്കെ പറഞ്ഞ ആരാ? സ്തോത്രം. നമ്മളവിടെ 2-ാം വരയിൽ എടുക്കപ്പെട്ട് അവിടെ എത്തിയതാ. പക്ഷെ കാണുന്ന കാഴ്ച കണ്ടോ? തീ കിടപ്പുണ്ട്, ജഡ്ജിയായിട്ട് കർത്താവ് കിടപ്പുണ്ട്. നമ്മളെ അങ്ങോട്ട് ലൈനായിട്ട് നിർത്തി തീക്കകത്തൂടെ കയറ്റി വിടും. പക്ഷെ വലത്ത് ഭാഗത്തുള്ള പൊന്നിനെ തീക്കകത്തൂടെ കയറ്റിയാൽ വീണ്ടും ശുദ്ധമായ പൊന്നായി പുറത്തു വരൂ. വലത്ത് ഭാഗത്തുള്ള വൈഡൂര്യ കല്ല് തീക്കകത്തൂടെ കയറ്റി വിട്ടാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ പുറത്തു വരൂ. വലത്ത് ഭാഗത്തുള്ള വെള്ളി തീക്കകത്തൂടെ കയറ്റിയാൽ ശുദ്ധമായ വെള്ളിയായി പുറത്തു വരും. ഹല്ലേലൂയ. പക്ഷേ ഇടത് ഭാഗത്തുള്ള മരമാകട്ടെ, വൈക്കോലാകട്ടെ, പുല്ലാകട്ടെ തീക്കകത്തൂടെ കയറ്റിവിട്ടാൽ ചാരമായി പോകും. ഇതിനകത്തിരിക്കുന്നവരോടും ദേശത്തുള്ളവരോടും ചോദിക്കുക, കർത്താവായ യേശു ക്രിസ്തു 2ാമത്തെ വരവിൽ എങ്ങനെയൊക്കെ അങ്ങ് എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ചെയ്ത പ്രവൃത്തികൾ അവിടെ ചാരമായാൽ, വെന്തുപോയാൽ 3 ഗ്രൂപ്പായി തിരിക്കും. സ്വതന്ത്രം എത്ര ഗ്രൂപ്പായി തിരിക്കും? 3 ഗ്രൂപ്പ്. ഒന്ന്, ചിലർ നിത്യ ജീവനായും, ചിലർ നിത്യ നിന്ദയ്ക്കായും, ചിലർ നിത്യ ലജ്ജയ്ക്കായും എഴുന്നേറ്റ് വരും. ഇതിനകത്തിരിക്കുന്നതോട് ചോദിക്കട്ടെ, യുഗായുഗമായ ഒരു മൂലയിൽ
ലജ്ജയായിട്ട് ചെന്നിരിക്കാനാണോ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്? നിന്ദിക്കപ്പെട്ടിരിക്കാനാണോ നമ്മൾ ആരാധിക്കുന്നത്? നിത്യജീവനിലേക്ക് പ്രവേശിക്കാനാണോ? അതിനായി ഇന്ന് രാത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത്തെ വരവിൽ നീ എടുക്കപ്പെടുമ്പോൾ വിലയുള്ള പ്രവൃത്തികൾക്കായി ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കണം. ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കുമെന്ന് അറിയത്തില്ല. അത്രയും കാലം കർത്താവേ, വിലയുള്ള പ്രവൃത്തികൾക്കായി എന്നെ സമർപ്പിക്കുന്നു. വിലയില്ലാത്ത പ്രവൃത്തികളോട് ഇന്ന് രാത്രി ഗുഡ് ബൈ പറയണം. ദൈവഹിതമില്ലാത്ത സകല പ്രവൃത്തികളോടും ഇന്ന് രാത്രി നോ പറയണം. ആമേ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. ക്രിസ്തുവിന്റെ ന്യായാസനം കഴിഞ്ഞാൽ അടുത്ത രംഗമാണ് പ്രതിഫല വിതരണം. നേരത്തെ പറഞ്ഞില്ലയോ, തീക്കകത്തൂടെ ശോധന ചെയ്ത് പൈൻ പൊന്ന് പോലെ പുറത്തു വന്നാൽ അവിടെ എന്ത് കിട്ടും? പ്രതിഫലങ്ങൾ കിട്ടും. പ്രധാനമായിട്ട് 5 തരം കിരീടമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഒത്തിരി പ്രതിഫലങ്ങളെ കാണുവാൻ കഴിയും. സമയമില്ലാത്തതുകൊണ്ട് അതിന് പ്രസംഗിക്കുന്നില്ല. അടുത്ത രംഗം എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ കല്യാണമാണ്. ആ 3.5 വർഷം 7 വർഷം അവിടെ കുഞ്ഞാടിന്റെ കല്യാണം നടക്കുമ്പോൾ, കല്യാണ സദ്യ നടക്കുമ്പോൾ, അതേ 7 വർഷം ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. നെറ്റിമേലോ കൈമേലോ 666 എന്ന മുദ്ര ഏൽക്കാത്തവന് വിൽക്കാനോ വാങ്ങുവാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ് ഈ ഭൂമിയിൽ. അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ലോക അവസാനമല്ല. അര ക്രിസ്ത്യാനി, മുക്കാൽ ക്രിസ്ത്യാനി, കാൽ ക്രിസ്ത്യാനി എല്ലാം ഇവിടെ ഉണ്ടാകും. പള്ളി ഇവിടെ ഉണ്ടാകും. വീണ്ടും പാട്ടുണ്ടാകും. എന്ത് നിശ്ചയമേ ദൈവത്തെ സ്നേഹം എന്നുള്ള കൊയറൊക്കെ വീണ്ടും ഉണ്ടാകും. ആ ഇതിനകത്ത് ഇരിക്കുന്നവരോ ഈ ദേശത്ത് കേൾക്കുന്ന ഒരൊറ്റ വ്യക്തികൾ പോലും ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. 7 വർഷം നമ്മൾ ക്രിസ്തുവിനോടൊപ്പം അവിടെ ആയിരിക്കും. സമയമില്ലാത്തതുകൊണ്ട് വിവരിക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം 1000 വർഷം വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വരും. അതൊക്കെ പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും സമയം തീർന്നുകൊണ്ടും നിർത്തി. ഇനി അടുത്ത് ഞാൻ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ അത് പ്രസംഗിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അതാണ് എന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടാതെ കൈവിട്ടു പോയാൽ, ചില ആൾക്കാർക്ക് എന്നോടൊത്ത് പറയാറുണ്ട്, അത് മുഴുത്ത വിശ്വാസികളാണ് പറയുന്നത്, കാരണം അവർക്ക് ഇതറിയല്ലോ. അവർ ചോദിക്കുന്നത്, പാസ്റ്ററെ അഥവാ ഇനി കൈവിട്ടു പോയാൽ 666 മുദ്ര ഏൽക്കാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് രാത്രി അതുകൊണ്ട് ഇതൊന്ന് പറയണമെന്ന് തോന്നി അങ്ങ് പറയുകയാണ്. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ കൈവിട്ടു പോയാൽ ഈ പ്രകൃതിക്ക് എന്തൊക്കെ മാറ്റം അന്നുണ്ടാകും, ഈ ഭൂമി എങ്ങനെയായിരിക്കും ആ കാലഘട്ടത്തിൽ, ഇവിടെയുള്ള മനുഷ്യർ ഏതെല്ലാം വേദനയിൽ കൂടെ കടക്കേണ്ടി വരുമെന്ന് ആദ്യം നമുക്കൊന്ന് ചിന്തിക്കാം. വായിക്കാം. സഫന്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരാം. 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ആദ്യം വായിക്കാം. യെശയ്യാവ് 24-ന്റെ 17 മുതലും വായിക്കാം. വേഗം വായിക്കാം. സഫന്യാവ് 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. യഹോവയുടെ മഹാദിവസം അടുത്തിരിക്കുന്നു, അത് അടുത്ത് അത്യന്തം ബന്ധപ്പെട്ട് വരുന്നു. കേട്ടോ, യഹോവയുടെ ദിവസം, യഹോവയുടെ ദിവസം, വീരൻ അവിടെ കഠിനമായി നിലവിളിക്കുന്നു. വീരൻ കഠിനമായി നിലവിളിക്കുന്ന ദിവസം. ആ ദിവസം ക്രോധ ദിവസം, ആ ദിവസം ക്രോധ ദിവസം, കഷ്ടവും സങ്കടവുമുള്ള ആ ദിവസം കഷ്ടവും സങ്കടവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ശൂന്യതയും നാശവുമുള്ള ദിവസം, ഇരുട്ടും അന്ധകാരവുമുള്ള ഇരുട്ടും അന്ധകാരവുമുള്ള ദിവസം. അവിടെ നിന്നോട്ടെ. യെശയ്യാവ് 24-ന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? യെശയ്യാവ് 24-ന്റെ 17 മുതൽ. ഈ പ്രകൃതിക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാകും. ഇന്ന് ഇവിടെയുള്ള ആരൊക്കെ ചിന്തിക്കുന്നു, എന്റെ നാട്ടിൽ ഒരിക്കലും ഭൂചലനം ഉണ്ടാകത്തില്ല. ആരെങ്കിലും ചിന്തിക്കും, എന്റെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല, എന്റെ നാട്ടിൽ സുനാമി ഉണ്ടാകത്തില്ല, എന്റെ നാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകത്തില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇതിനകത്തുണ്ടാകും. പക്ഷെ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ശേഷം ഈ ലോകം മുഴുവനും എന്തൊക്കെ സംഭവിക്കുന്നത് വായിക്കാൻ പോവുകയാണ്. ഭൂവാസിയെ പേടിയും കുഴിയും കെടിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ടോടുന്നവൻ കുഴിക്കകത്ത് വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവൻ കെടിയിലകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറക്കാൻ പോകുക. ഈ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ പോകുക. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഭൂമി പൊടുപൊടെ പൊട്ടാൻ പോകും. ഇങ്ങോട്ട് നോക്കി. ഇതിനകത്ത് ഒരു വലിയ അമിട്ട് കൊണ്ട് പൊട്ടിച്ചാൽ നമ്മളെങ്ങനെ ഇരിക്കും? അമിട്ട് പൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു വലിയ സ്ഫോടനത്തിന് ശബ്ദം കേട്ടാൽ നമ്മളെങ്ങനെ ഇരിക്കും? അല്ലെ, പ്രതീക്ഷിക്കാതെ കേൾക്കുന്ന ശബ്ദത്തിൽ നമ്മളെങ്ങനെ നടുങ്ങിപ്പോവും, ഭയപ്പെടില്ലേ? ഇതുപോലെ എന്ന് പറഞ്ഞാൽ ഈ ദീപാവലി സമയത്ത് തന്നെ പാസ്റ്റർമാർക്കറിയാം,
നമ്മൾ ഈ ദീപാവലിയുടെ തലേ രാത്രി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ബൈക്കിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ മാന്യരായ ആൾക്കാർ മതിനകത്ത് നിന്ന് പടക്ക് കത്തിച്ച് എന്ത് ചെയ്യാറുണ്ട്? റോഡിലേക്ക് ഇടും. അവർ മലയാളിയുടെ പ്രത്യേകത. സ്വന്തം കാമ്പൗണ്ട് ഇടാറില്ല. അവനകത്ത് നിന്ന് കത്തിച്ച് എടുത്തൊറ്റേറി റോഡിൽ വന്ന് വീഴുന്ന നമ്മുടെ ബൈക്കിന്റെ ഫ്രണ്ടില്ല. അപ്പോഴാ ചെറിയ ഓലപ്പടക്കത്തിന് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പേടിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ വലിയൊരു അമുട്ടാണെന്ന് വീണെങ്കിലോ അതിനേക്കാൾ വലിയൊരു സ്ഫോടനമാണെങ്കിലോ അങ്ങനെയെങ്കിൽ ഇത് വായിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഒരു സ്ഥലത്തല്ല, രണ്ട് സ്ഥലത്തല്ല, ഒരു രാജ്യത്തിലല്ല, ഒരു ജില്ലയിലല്ല, ലോകം മുഴുവനും സംഭവിക്കാൻ പോകുന്ന കാര്യമാ. ഭൂമി പൊടുപടേ പൊട്ടും. സ്വതന്ത്രം. അടുക്കളയില് മുട്ട വറക്കാനെന്ന് പറഞ്ഞ് കയറി അങ്ങോട്ട് ചെന്നു ദോശക്കല്ലെടുത്ത് വെച്ച് മുട്ട പൊട്ടിച്ചൊഴുക്കുന്നു. ഇവിടെ നിൽക്കുവോ? ഉറങ്ങാ, ഒന്ന് കിടക്കാം, ഒന്ന് കുറുക്കാൻ തിരിച്ച് ഉറങ്ങാന്നൊക്കെ ചിന്തിച്ച് കട്ടിലിൽ കിടക്കാം, അവിടെ പോട്ടും. തിരിച്ചു നോക്കിയ നിങ്ങൾ മുഴുവനും പൊട്ടയാ. ഭൂമി പൊടുപടേ പൊട്ടും. അങ്ങനെയല്ലേ ബൈബിൾ കാണുന്നത്. പിന്നെ അടുത്ത് ഭൂമി കീറാൻ പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ ഭൂചലനം വന്നപ്പോൾ വടക്കേന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും നമ്മളും കണ്ട കാഴ്ചയാണ്. ഭൂമി ഇങ്ങനെ കീറിയിട്ട് വലിയ ബിൽഡിങ്ങുകൾ എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് താണുപോയി. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും കിണറുകൾ താണുപോയി, പല ബിൽഡിങ്ങുകൾ താണുപോയി. ചെറിയ ഭൂചലനവും ചെറിയ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ യേശു ക്രിസ്തുവിന് രണ്ടാമത്തെ വരവിന് ശേഷം ഈ ഭൂമി കീറുമെന്ന് പറഞ്ഞാൽ രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രണ്ടിൽ നിൽക്കുന്നവരെ കാണാനില്ല. കാരണം അവിടെ ഒരു കീറല് മാത്രമേ ഉള്ളൂ. ഉറങ്ങിക്കിടന്ന് രാവിലെ എഴുന്നേറ്റ് അടുത്ത റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെ കിടന്ന് കട്ടില് കാണാനില്ല, കീറല് മാത്രമേ ഉണ്ടാവും. ചിന്തിച്ചു നോക്കി. ഭൂമി എന്ത് ചെയ്യാൻ പോകുക? കീറാൻ പോകുക. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം. ഭൂമി കീറാൻ പോകുന്നു. അടുത്ത് ഭൂമി കാവൽ മാടം പോലെ എന്ത് ചെയ്യാൻ പോകുക? എന്റെ കൂടെ ഒന്ന് പറഞ്ഞ വായിക്കുന്ന ആൾക്കാര്, ഭൂമി കിടുകിടേ എന്ത് ചെയ്യാൻ പോകുക? കിടുങ്ങാൻ പോകുക. ശ്രദ്ധിച്ചോണം. നമ്മൾ ഒരിടത്ത് ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ നിന്നിച്ചോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കിടുങ്ങിയാലോ? ഭൂചലനം ഇന്ന് എവിടെയെങ്കിലും അവിടെ ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് ഈ ലോകത്തിൽ കൈവിടപ്പെടുന്ന സകല വ്യക്തികളും ഇത് അനുഭവിക്കാൻ പോകുക. ഭൂമി കിടുങ്ങാൻ പോകുക. അടുത്ത് ഭൂമി മത്തനെ പോലെ ചാഞ്ചാടാൻ പോകുക. ഭൂമി കാവൽ മാടം പോലെ ആടാൻ പോകുക. അതിന്റെ അകത്യം അതിന് ഭാരമാകും. അതിന്റെ അർത്ഥം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നിലേക്ക് പോകുന്നില്ല. ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭങ്ങളും സുനാമികളും ഉരുൾപൊട്ടലുകളും ഭൂചലനങ്ങളും ഈ ലോകത്തിൽ ഉണ്ടാകാൻ പോകുക. അതുകൊണ്ടാണ് പറയുന്നത്, അതിൽ നമ്മളാരും അകപ്പെടാതിരിക്കണമെങ്കിൽ കർത്താവിന്റെ ഗംഭീരത കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള 8 വിധ യോഗ്യതയുള്ള ശരീരത്തോട് ചിറകടിച്ച് നമ്മൾ പറന്നുയരണം. സ്വതന്ത്രം. ഇല്ലെങ്കിൽ ഈ ഭയാനകമായ കഷ്ടത്തിലേക്ക് നമ്മൾ മാഞ്ഞു പോകും. തീർന്നില്ല. മനുഷ്യരെ ഏത് തരത്തിലുള്ള വേദനയെ കൂടെ കിടക്കുമെന്ന് വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിന്റെ 5-6 വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. എന്താ ഇവിടെ ഈ തേള് കുത്തിയിട്ടുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? തേള് കുത്തിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നും മിണ്ടല്ലെന്ന് നിങ്ങൾ ആരോ പറഞ്ഞു. അദ്ദേഹം എന്ത് ചോദിച്ചാലൊന്നും മിണ്ടല്ലെന്ന്. അപ്പോൾ തേള് ഈ വാല് കൊണ്ട് കുത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ജസ്റ്റ് ചെറിയ തേള് കുത്തുമ്പം തന്നെ 8 മണിക്കൂർ ആ വേദന ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അതിനേക്കാൾ വലിയ ഉഗ്രവിഷമുള്ള കരിന്തേള് പോലെയുള്ള വലിയ തേളുകളുണ്ട്, പാമ്പ് പോലെ വിഷമുള്ള തേളുണ്ട്. അതൊക്കെ ഒന്ന് കുത്തിയാല് ആ വേദന സഹിക്കാൻ പറ്റുകയില്ല. യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ കൈവിടപ്പെട്ട് വിടുന്നവർ അനുഭവിക്കുന്ന വേദന വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിന്റെ 5-6 വാക്യം. അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന മനുഷ്യനെ കുത്തുന്നത് പോലെയുള്ള വേദനയായിരിക്കോ? ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. ഇതുവരെയും ലോകത്തിൽ ആരും അനുഭവിച്ചിട്ടില്ലാത്ത ഭയാനകമായ വേദനയിൽ കൂടെ യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടാത്തവർ പോകേണ്ടി വരൂ. ആ വേദന ഒരു ദിവസമല്ല, ഒരു മാസമല്ല, 5 മാസം തേൻ മനുഷ്യനെ കുത്തുന്നത് പോലെയുള്ള വേദനയിൽ കൂടെ കടക്കേണ്ടി വരും. ഉറങ്ങാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. കാരണം വേദന കൊണ്ട് പൊളയുക.
ഈ വേദന കൊണ്ട് പറയുമ്പോൾ ഒന്ന് പൊക്കിയെടുത്തുകൊണ്ട് ആശുപത്രി ചെന്നാൽ ഡോക്ടർ അവിടെ തുള്ളിക്കൊണ്ടിരിക്കുക. കാരണം എന്ത്? ലോകം മുഴുവൻ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. കോവിഡ് വന്ന് അല്ലെ, ജനലക്ഷങ്ങൾ കോവിഡ് വന്നു. ഹോസ്പിറ്റലുകളിൽ സ്ഥലമില്ലാതെ ഓഡിറ്റോറിയങ്ങളൊക്കെ എടുത്തു. അവിടെ ഉണ്ടായിരുന്ന നേഴ്സുമാർക്ക് കോവിഡ് വന്നു അല്ലെ, വന്നില്ലേ? ഡോക്ടർമാർക്ക് വന്നില്ലേ? അതുപോലെയല്ല ഇത് വേദന കൊണ്ട് പറയുക. എല്ലാവരും പിടയ്ക്കുന്നതാ ലോകം മുഴുവൻ കാണുന്ന കാഴ്ച. പിന്നെ അന്നുള്ളവർക്ക് ഒരു ആഗ്രഹം ഉണ്ടാകും. അതാണ് അടുത്ത് വായിക്കാൻ പോകുന്നത്. ഒറ്റ ആഗ്രഹമുള്ളൂ. വായിക്കാം. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. ശ്രദ്ധിച്ചോ, ആ കാലത്ത് ഒറ്റ ആഗ്രഹമുള്ളൂ. എന്താണെന്നറിയാമോ? ഫ്രൈഡ് ചിക്കൻ കഴിക്കണമെന്നല്ല, സൂവിൽ പോകണമെന്നല്ല, കല്യാണം കഴിക്കണമെന്നല്ല. ഒറ്റ ആഗ്രഹമുള്ളൂ. എന്താണെന്നറിയാമോ? മരിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. താഴെ വായിക്കുന്നു, പക്ഷേ മരണം അപരവിട്ട് ഓടിപ്പോകും. അതിന്റെ അർത്ഥം ദൈവം മരണത്തെ എടുത്തങ്ങ് മാറ്റും. എന്തിനാണെന്നറിയാവോ? ഇനി യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ കൈവിടപ്പെട്ടത് കൊണ്ട് കർത്താവ് അയക്കുന്ന ഭയാനകമായ വേദനയിൽ കൂടെ പോയേ പറ്റൂ. മരിക്കാൻ പറ്റില്ല. വായിക്കുന്ന കാര്യ, ആ കാലത്തിൽ മനുഷ്യൻ മരണം അന്വേഷിച്ചു, പക്ഷെ മരണം അവരെ വിട്ട് ഓടിപ്പോകും. എത്ര വിഷമുള്ള എത്ര ഉഗ്രവിഷം കുടിച്ചാലും ഒന്നും മരിക്കത്തില്ല. തൂങ്ങിച്ചാകാമെന്ന് പറഞ്ഞ് കഴുത്തിൽ കുരുക്കിട്ട് ചാടിയാൽ അവിടെ കിടന്ന് ആടുകയല്ലാതെ മരിക്കത്തില്ല. റെയിൽവേ ക്രോസിൽ പോയി തല വെച്ചാൽ റബ്ബർ പന്തിന്റെ പുറത്തൂടെ കയറി പോകുമ്പോൾ ട്രെയിൻ അങ്ങ് പോകും, എണീറ്റ് വരേണ്ടി വരും. അതുകൊണ്ട് ദേശനിവാസികളോടും ഇതിനകത്തിരിക്കുന്നവരോടും ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ശബ്ദമായിരിക്കാം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ഒരു സംഘടനയുടെ ഉപദേശമല്ല, ഒരു സഭയുടെ ഉപദേശമല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവാണ്. ഇതിനകത്തിരിക്കുന്നവരെ പുറത്തു കേൾക്കുന്ന ഒറ്റ വ്യക്തികൾ പോലും ഈ ഭയാനകമായ കട്ടതയിൽ അകപ്പെടാതിരിക്കാനോ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഈ തൊണ്ടകേറി പ്രസംഗിക്കുന്നത് എന്തിനറിയാമോ? ഇത് സത്യമായതുകൊണ്ടാ. ഈ കോടതിയിൽ സത്യത്തിന് പ്രസക്തി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആരുടെ പുസ്തകമല്ലേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യവേദ പുസ്തകം എന്നറിയപ്പെടുന്ന, ലോകത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട, ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഈ സത്യവേദ പുസ്തകത്തെ വചനങ്ങൾ കറതീർത്ത് വായിപ്പിച്ച് കേൾപ്പിച്ച് പ്രസംഗിക്കുന്നു. ഞങ്ങൾക്ക് വേണമെങ്കിൽ യേശു കടലിൽ പോയ കാര്യമോ, യേശു 5,500 പേർക്ക് കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങളെ തുള്ളിപ്പിക്കാം. ഇവിടെ തുള്ളേ ഉള്ളൂ. നിങ്ങൾ പറയും, എന്തൊരു സന്ദേശം, എന്തൊരു മെസ്സേജ്, എന്തൊരു കുളിര്, ഇവിടെ കുളിര് കിട്ടും. കർത്താവ് പറയടാ, അന്ന് ഞാൻ 5,500 പേർക്ക് കൊടുത്തെങ്കിൽ, അന്ന് മരിച്ചവരെ ഏൽപ്പിച്ചെങ്കിൽ അതും പ്രസംഗിക്കാനല്ല ഞാൻ നിനക്ക് ഈ സ്റ്റേജ് തരുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും പേരെ എന്റെ മുൻപിൽ കർത്താവ് കൊണ്ടിരുത്തിയിട്ട് ഞാൻ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിച്ചില്ലെങ്കിൽ ആ കർത്താവ് എന്നെ അടിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും പാസ്റ്ററെ, ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയും, ഇനി എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇത് ഉപവാസ പ്രാർത്ഥന കൺവെൻഷനാണ്. പക്ഷെ വിളിക്കല്ലേ എന്ന് പറയും. വിമൽ പാസ്റ്റർ വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഷാജി പാസ്റ്ററിനെ 3 പ്രാവശ്യം വീണ്ടും വിളിച്ചു. ഹല്ലേലൂയ. കാരണം എനിക്ക് ആരുടെ മുഖവശം നോക്കേണ്ട ആവശ്യമില്ല. ബൈബിൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് കറക്റ്റായിട്ട് പ്രസംഗിക്കൂ. കർത്താവ് എന്തെന്നോട് പറയൂ അത് കറക്റ്റായിട്ട് പറയൂ. അതിനുവേണ്ടിയ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഭയാനകമായ വേദനയിൽ കൂടെ കിടക്കുമ്പോൾ ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. പിന്നെ ഇന്ന് പ്രാർത്ഥിക്കാത്തവരും, ഇന്ന് കൺവെൻഷനിൽ വരാത്തവരും, ഇന്ന് ആരാധിക്കാത്തവരും അന്നൊരു പ്രാർത്ഥനയുണ്ട്. ആരോടെന്നറിയാമോ? വായിക്കേ, അതിന്റെ 6-ാം അധ്യായം 15, 16, 17 വാക്യം വേഗം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 15, 16, 17 വാക്യം. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്വക്കളും. ശ്രദ്ധിച്ചോ, യേശു ക്രിസ്തുവിന് രണ്ടാമത്തെ വരവിൽ കൈവിടപ്പെടുന്ന ഭൂമിയിലെ രാജാക്കന്മാരും മഹത്വക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും. അന്ന് എവിടെയാ വളർക്കുന്നത്? കൊട്ടാരത്തിനകത്തല്ല. രാജാവ് കൊട്ടാരൊക്കെ വിട്ട് ഓടി. കാരണം വേദനയല്ലയോ? സ്വതന്ത്രം. വേദന കൊണ്ട് പുഴയുമ്പോൾ പട്ടുമത്തിൽ കിടക്കുന്നില്ല. രാജാവും സഹസ്രാധിപനൊക്കെ എവിടെയാ കിടക്കുന്നത്? ഗുഹകളിലും മലപ്പാറകളിലും വന്ന് ഒളിച്ചിരുന്നിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. മലകളോടും പാറകളോടും, പാറകളെ മലകളെ ഞങ്ങളുടെ മേൽ വീഴുവിൻ, കുഞ്ഞാടിന്റെ കോപം ഞങ്ങളുടെ മേൽ തൊട്ടാതെ വേണോ, ഞങ്ങളെ മറപ്പിനെന്ന് ഇന്ന്
ഇന്ന് പ്രാർത്ഥിക്കാത്തവരും, ഇന്ന് ബൈബിൾ വായിക്കാത്തവരും, ഇന്ന് പള്ളിയിൽ പോകാത്തവരും, ഇന്ന് ഞായറാഴ്ച സഭായോഗം മുടക്കുന്നവരും, ഇന്ന് കുടുംബ പ്രാർത്ഥന ഇല്ലാത്തവരും, ഇന്ന് വേദപുസ്തകത്തിലെ സത്യം ഗ്രഹിച്ച് ആ സത്യപ്രകാരം ജീവിക്കാത്തവരും മുഴുവനും അന്ന് മലകളോടും പാറകളോടും നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഭയാനകമായ സംഭവം ഉണ്ടാകാൻ പോകുകയാണ്. സ്വതന്ത്രം 9 മണിയായി, ലാസ്റ്റ് ദിവസമായിട്ട് 9 നിർത്താം. എത്ര പേര് ഉണ്ടാകും? ബാക്കിയുള്ളവർക്ക് പോകാം. ഹല്ലേലൂയ. 9 വരെ എനിക്ക് സമയം വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഇനി 2ാം വരവിന്റെ ബാക്കി വേണ്ടേ? ഇനി എന്താ ചിന്തിക്കേണ്ടതറിയോ? ചോദ്യം ഇതാ, പാസ്റ്ററെ, ഈ ഭയാനകമായ വേദനയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു 2ാമത്തെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് പറയും, ഞാൻ നിർത്താം. സ്തോത്രം. അത് മാത്രമേ ഇനി പറയുള്ളൂ, വേറെ ഒന്നും ഇനി പറയാൻ സമയമില്ല. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ സഭയിൽ ക്ലാസ് വെച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി. 8 ദിവസം കൊണ്ട് ഞാൻ ഇത് പഠിപ്പിക്കാം. കാരണം 8 മണിക്കൂർ പഠിപ്പിച്ചപ്പോഴാണ് ഈ സാധനം തീർന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹമുള്ളവർ നോട്ട് ബുക്കും പേനയൊക്കെ കൊണ്ടിട്ട് പാസ്റ്ററോട് പറഞ്ഞാൽ മതി, ആമേൻ, ഞാൻ വന്ന് ക്ലാസ് എടുത്ത് തരാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. യേശു ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ, അത് പറയാതെ ഈ കൺവെൻഷൻ നിർത്താൻ പറ്റില്ല. അടുത്ത്, അഥവാ കൈവിടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിലേക്ക് നമ്മൾ വരികയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? വായിക്കാൻ സമയമില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരും തീപ്പൊയ്കയെ തള്ളിയിടും. ഇതിനകത്തിരിക്കുന്നവരോടും ഈ പ്രസംഗം കേൾക്കുന്നവരോടും ഒരൊറ്റ ചോദ്യം: നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് നെഞ്ചത്ത് കൈവച്ച് എത്ര പേർക്ക് പറയാൻ പറ്റില്ല? നമ്മുടെ പേര് പല ഓഫീസുകളിലുമുണ്ട്, വില്ലേജിലുണ്ട്, പഞ്ചായത്തിലുണ്ട്, താലൂക്കിലുണ്ട്, പല ബാങ്കുകളിലുമുണ്ട്, നമ്മൾ പോകുന്ന സഭകളിലുണ്ട്, പല രജിസ്റ്റർ ബുക്കിലും നമ്മുടെ പേരുണ്ട്. പക്ഷെ ഒറ്റ ചോദ്യം: എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. കരമുയർത്താത്തവരെ ഇന്ന് ഉറപ്പ് പ്രാപിച്ചിട്ടേ പോകാവൂ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. കരമുയർത്താത്തവർ ചോദിക്കുന്ന ചോദ്യം: ജീവന്റെ പുസ്തകത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് വരാൻ പോവുകയാണ്. ജീവന്റെ പുസ്തകത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് അടുത്ത് പറയുന്നു. അത് കഴിയുമ്പോൾ ഞാൻ പ്രസംഗം നിർത്തും. മറുപടി: ലോകത്തിലെ 1ാമത്തെ ക്രിസ്തീയ സഭയിലേക്ക് നമ്മൾ ചെല്ലണം. ലോകത്തിലെ 1ാമത്തെ ക്രിസ്തീയ സഭ ഏതെന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ പറയും അത് മർത്തോമ സഭയാണ്, ചില ആൾക്കാർ പറയും അത് യാക്കോബ സഭയാണ്, ചില ആൾക്കാർ പറയും അത് കത്തോലിക്ക സഭയാണ്, ചില ആൾക്കാർ പറയും അത് IPC സഭയാണ്, ചില ആൾക്കാർ പറയും അത് ചർച്ച് ഓഫ് ഗോഡ് സഭയാണ്, ചില ആൾക്കാർ പറയും അത് AG സഭയാണ്, ചില ആൾക്കാർ പറയും അത് ലൂതർ മിഷൻ സഭയാണ്, ചില ആൾക്കാർ പറയും സൗന്ദര്യമാണ്, ചില ആൾക്കാർ പറയും സാൽവേഷൻ ആർമിയാണ്. ഈ പേര് പറയപ്പെട്ട ഒരൊറ്റ സഭകളും ലോകത്തിലെ 1ാമത്തെ ക്രിസ്തീയ സഭ അല്ല. ഈ പേര് പറഞ്ഞതിൽ ഏറ്റവും വർഷം പിന്നിടുന്നു എന്ന് പറയുന്ന കത്തോലിക്ക സഭ പോലും 4-ാം നൂറ്റാണ്ടിൽ കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിലാ അത് ഉളവാകുന്നത്. സ്തോത്രം. ചരിത്രം പഠിക്കണം, ബൈബിളും പഠിക്കണം. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ആമേൻ നമ്മൾ അതാണ് സത്യമെന്ന് പറയല്ലേ. ഹല്ലേലൂയ. പിന്നെയോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായില്ലേ? പിന്നെ ഏതാണ് ലോകത്തിൽ 1ാമത്തെ ക്രിസ്തീയ സഭ? അതിലേക്ക് വരികയാണ്. ലോകത്തിൽ 1ാമത്തെ ക്രിസ്തീയ സഭയുടെ ആരംഭം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു, 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം 50-ാം ദിവസം അന്നാണ് ലോകത്തിലെ 1ാമത്തെ ക്രിസ്തീയ സഭ ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തേ? പറയാം. ആ ദിവസത്തിന്റെ പ്രത്യേകത പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു പെരുന്നാൾ ദിവസമാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു സഭയല്ല, പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് അത് യെരൂശലേം ദൈവാലയത്തിൽ വർഷം തോറും നടക്കുന്ന ഒരു പെരുന്നാളാണ്. ആ പെരുന്നാളിന് യേശു കർത്താവും പോകുമായിരുന്നു, ആ പെരുന്നാളിന് ശിഷ്യന്മാർ പോകുമായിരുന്നു. ഈ പെരുന്നാളിൽ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു. 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസമാണ്. ഈ ചില ആൾക്കാരെ പറഞ്ഞിട്ടില്ലേ പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഞാൻ പണ്ട് കേട്ടിട്ടേ ഇല്ല. കാരണം എന്താ? ബൈബിൾ വായിക്കാത്തോണ്ടാ.
ബൈബിള് വായിക്കാത്തുണ്ട്. ചില ആൾക്കാരൊക്കെ സംസാരം കേട്ട ഭയങ്കര അറിവുള്ളത് പോലെയാ. ഇതിനകത്തിരിക്കുന്നവർക്ക് സ്വന്തം വീട്ടില് എത്ര ജനലുണ്ടെന്ന് അറിയാവോ? സ്വന്തം വീട്ടിൽ എത്ര കട്ടളപ്പെട്ടി ഉണ്ടെന്ന് അറിയാവോ? പെണ്ണാന്ന് പറയും ചില ആൾക്കാർ, എൻ്റെ വീട്ടിൽ എത്ര കട്ടലുണ്ടെന്ന്. സ്വന്തം വീട്ടിൽ എത്ര ജനലുണ്ടെന്നും കട്ടലുണ്ടെന്ന് പോലും അറിയാത്തവരെ നമ്മൾ. പലതും അറിയാം, പലതും അറിയത്തില്ല. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പലതും അറിയാം, പക്ഷെ പലതും നമ്മൾ അറിയത്തില്ല. അത് നമ്മൾ സമ്മതിക്കാൻ തയ്യാറാകണോ? ഇതുപോലെ ഹല്ലേലൂയ ഇവിടെ ലോകത്തിൽ ഒന്നാമത്തെ ക്രിസ്തീയ സഭ ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസമാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത പറയാം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 1-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയയും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും സഹോദരന്മാരടക്കമുള്ള ഒരു 120ഓളം പേർ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താ തീരുമാനമെന്നറിയാമോ? അവിടെ പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീഡിയോയിൽ പോയി വായിക്കുക. തീരുമാനം ഇതാണ്. യേശുക്രിസ്തു പോകും മുൻപ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയിട്ട് മറ്റൊരു കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ എന്ത് ചെയ്യും? ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വാക്ക് പറഞ്ഞിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്ത്? മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. 40 ദിവസമായി. ഈ 40-ാം ദിവസം കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസമാ. ആയിരക്കണക്കിന് ആൾക്കാർ യെരൂശലേം ദൈവാലയത്തിലേക്ക് ഉത്സവം ആചരിക്കാൻ, പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്ന ദിവസമാ. ആ ദിവസത്തിന്റെ തലേ ദിവസം യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയ അടക്കമുള്ള അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, പേരുകളെല്ലാം എഴുതിയിട്ടുണ്ട്. അവരെല്ലാവരും ഒരു തീരുമാനമെടുത്തു. എന്ത് തീരുമാനം എന്നറിയാമോ? നാളെ നമുക്ക് ആർക്കും പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ യെരൂശലേം ദൈവാലയത്തിൽ പോകണ്ട. പിന്നെ എന്ത് ചെയ്യാം? ആ പോകുന്ന വഴിയിലുള്ള ആ സമീപത്തുള്ള ഒരു മാളിക മുറിയുണ്ട്. മുറി എന്ന് കേൾക്കുമ്പോൾ ചെറുതല്ല, 30,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ ഹാളാണ്. ആ ഹാള് ഉണ്ട്. അവിടെ നമുക്ക് 120 പേർക്ക് ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയുടെ വിഷയം എന്താണെന്നറിയാമോ? ഒറ്റ വിഷയമുള്ളൂ. കർത്താവേ, നീ പോയപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ട് പോയി പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കാമെന്ന്. ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന വിഷയത്തോടുകൂടെ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസവും ആയിരക്കണക്കിന് വ്യക്തികൾ യെരൂശലേം ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ ആ മാളിക റൂമിൽ, ആ ഹാളിൽ ഈ 120 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന ആരംഭിച്ചു. സ്തോത്രം. ആരെ ചോദിച്ചാൽ ഈ ചരിത്രം പറയണം, ബൈബിൾ നിരത്തി വെച്ച് പറഞ്ഞു കൊടുക്കണം. ലോകത്തിൽ 1-ാമത്തെ ക്രിസ്തീയ സഭയുടെ തുടങ്ങിയ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി വായിക്കാം 2-ാം അധ്യായം. അപ്പോൾ ബൈബിളിൽ ഉള്ള എല്ലാവരും എടുത്തോണം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, പെന്തക്കോസ്ത് എന്നുള്ള വാക്ക് കേട്ടല്ലോ. ആരോ പറഞ്ഞു, അയ്യോ പണ്ട് സായിപ്പൊന്ന് സഞ്ചിയാത്തിട്ടൊന്ന് സഭയാണ് പെന്തക്കോസ്ത് എന്ന്. അല്ലേ, ഞങ്ങൾ പണ്ട് കേട്ടിട്ടേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി. ഈ പറയപ്പെട്ട 120 പേർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ 120 പേരുടെ മേലും അത് പതിഞ്ഞു. ലോകത്തിലെ 1-ാമത്തെ ക്രിസ്തീയ ആരാധനയിൽ, 1-ാമത്തെ ക്രിസ്തീയ സഭയിൽ കൂടി വന്ന 120 പേർ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ്. എത്രയോ സ്വന്തം പറയും. അതിന്റെ അർത്ഥം ആമേ പരിശുദ്ധാത്മാവിൽ നിന്ന് വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുകയും ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നെഞ്ചത്ത് കൈവച്ച് അഭിമാനത്തോടെ പറയാൻ പറ്റോ, ഞങ്ങളാ ലോകത്തിലെ 1-ാമത്തെ ക്രിസ്തീയ സഭ. ആ 1-ാമത്തെ ക്രിസ്തീയ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവുണ്ടായി. തീർന്നില്ല. അടുത്ത് അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷയിൽ സംസാരിച്ചല്ലാതെ സായിപ്പ് സഞ്ചിക്കകത്തിട്ടോണ്ട് വന്ന സാധനമല്ല അന്യഭാഷ. അന്യഭാഷ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഏതോ ഒരു ഗ്രൂപ്പ് പറയുന്ന സാധനമല്ല അന്യഭാഷ. ലോകത്തിലെ 1-ാമത്തെ ക്രിസ്തീയ സഭയിൽ, 1-ാമത്തെ ക്രിസ്തീയ ആരാധനയിൽ മറിയടക്കോ ശിഷ്യന്മാരടക്കോ കൂടിയിരുന്ന 120 പേരുടെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അവരെല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചു. ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിനകത്താ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഇന്നും അന്യഭാഷയിൽ ആരാധിക്കുന്നവരും അന്യ
അന്യഭാഷയിൽ വിശ്വസിക്കുന്നവരുമായ ആരൊക്കെയുണ്ടോ അവർക്ക് നെഞ്ചത്ത് കൈവച്ച് അഭിമാനത്തോടെ പറയാൻ പറ്റൂ, ഞങ്ങളാ ലോകത്തിലെ ഒന്നാമത്തെ ക്രിസ്തീയ സഭ. സ്തോത്രം. പണ്ടൊക്കെ ഈ ചില ഗ്രൂപ്പിലേക്ക് ആൾക്കാർ പറയണ്ട സ്തോത്രക്കാരാണ്, ഹല്ലേലൂയക്കാരെ എന്ന് വീട്ടിൽ കേട്ടില്ല. പ്രായമുള്ളവർക്ക് അറിയാം. ആമേ, സ്തോത്രക്കാരെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്, ഹല്ലേലൂയക്കാരെ കളിയാക്കുന്ന ആൾക്കാർ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഈ കളിയാക്കിയവർ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പണ്ട് ഈ പെന്തക്കോസ്തുകാരെ ഇടക്കിടയ്ക്ക് ഓരോ സ്തോത്രം, പാസ്റ്റർമാരെ പറയും ഒരു ഹല്ലേലൂയ പറയാം, ഹല്ലേലൂയ, ഒരു സ്തോത്രം പറയാം, സ്തോത്രം. പെന്തക്കോസ്തിന്റെ ആരാധന. പക്ഷേ ഈ കളിയാക്കിയവരെല്ലാം ഇവര് ഒരു സ്തോത്രം പറയുമ്പോൾ അവൻ 30 ഒരുമിച്ച് പറയും, സ്തോത്രം, ഹല്ലേലൂയ, എന്നിട്ട് പറയാ ആ പെന്തക്കോസ്തുകാർക്ക് കൊടുത്ത ആത്മാവ് ഞങ്ങൾക്കും കിട്ടിയിരുന്നു. പണ്ടെന്താ പറഞ്ഞ് ആരും പെന്തക്കോസ്തിൽ പോവല്ലേ, സ്തോത്രക്കാരെ കേട്ടല്ലേ, ഹല്ലേലൂയക്കാരെ കേട്ടല്ലേ, ഹല്ലേലൂയ അതിന്റെ അർത്ഥം എന്ത്? ഇതെന്താ സത്യമെന്ന് ബൈബിൾ തെളിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ എത്രത്തോളം സ്തോത്രം പറയാൻ പറ്റുമോ, എത്രത്തോളം ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഏതെങ്കിലും സഭയുടെ ഉപദേശമല്ല, സംഘടനയുടെ ഉപദേശമല്ല. ലോകത്തിൽ ഒന്നാമത്തെ ക്രിസ്തീയ സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ലോകത്തിൽ ഒന്നാമത്തെ ക്രിസ്തീയ സഭയുടെ ആരംഭത്തിൽ അന്യഭാഷ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് അന്യഭാഷയുടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൗനമല്ല. നിങ്ങളിരിക്കുമ്പോൾ എന്തല്ല, നിങ്ങളിരിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നത്? അവിടുത്തെ ചാക്കോട്ടി മരിച്ച സമയത്ത് ശവപ്പെട്ടി ചേർത്ത് അടുത്ത് നിന്നിരിക്കുമ്പോൾ ഇരിക്കുന്നത് ആണോ? അങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സാധാരണ ഗാനമേളയോ നാടകമൊക്കെ നടക്കുന്ന സ്ഥലത്തോ അതേ എന്തിനേറെ പറയുന്നു, ക്രിക്കറ്റിൽ ധോനി ഒരു 6 അടിച്ചാൽ എങ്ങനെ ഇരിക്കൂടെ? ധോനി ഒരു 6 ഇങ്ങനെ ഇരിക്കുന്നു. എടാ, ധോനി ഒരു 6 അടിച്ചാൽ മെസ്സി ഒരു ഗോൾ അടിക്കുമ്പോ ഇവന്മാരെല്ലാം കൂടെ വായും തുറന്ന് ആ കൈയൊക്കെ അടിക്കും. അതിന്റെ അർത്ഥം എന്താ? സന്തോഷം. ഒരു നീതിമാന്റെ ഭവനത്തിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. അതിന്റെ അർത്ഥം ഒരു ആരാധന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വരുന്നതിന് മുൻപ് 2 പേരോ 3 പേരോ എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് വരാമെന്നല്ല പറഞ്ഞ് അവിടെ ഉണ്ടെന്ന. അതിന്റെ അർത്ഥം എന്റെ യേശുനാഥൻ ഇവിടെയുണ്ട്. യേശു മരിച്ചല്ല കിടക്കുന്നേ, യേശു ഉയർത്തെഴുന്നേറ്റവനാ. അവൻ അത്ഭുത മന്ത്രിയാ, അവൻ വീരനാം ദൈവമാ. അവന്റെ അടുക്കൽ വന്ന് മൗനമായിട്ട് ഇരിക്കേണ്ടവരല്ല, അവന്റെ അടുക്കൽ വന്ന് ഉല്ലാസത്തോടെ. ഈ 120 പേരുടെ പേര് പരിശുദ്ധാത്മ വന്നു. അന്യഭാഷയിൽ ആരാധിക്കുമ്പോഴേ ചില ആൾക്കാർ പറയാറില്ല, നിങ്ങൾക്ക് എന്താ ഇത്ര ബഹളം, നിങ്ങൾക്ക് എന്താ ഇത്ര ശബ്ദം? അവരോട് ഞാൻ പറയാറുണ്ട്, ഈ പറയുന്ന ആളിനോട് ഇങ്ങോട്ട് വിളിക്കും, ഇങ്ങോട്ട് വാ. ഞാൻ ഉദാഹരണം ഷിജിനെ വിളിക്കുകയാണ്. ഷിജിനെ വേണ്ട, ഷിജിനെ നിന്നെ ഒരു പട്ടി അടിക്കാൻ വേണ്ടി ഓടിച്ചാൽ, വലിയൊരു പട്ടി, നായി എന്നാണ് സംഭവം ചെയ്യേണ്ടെങ്കിലും നമ്മുടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോലെ ഒരു നായി ഷിജിനെ കടിക്കാൻ വേണ്ടി ഓടിക്കുമ്പോൾ ഷിജിൻ എന്ത് ചെയ്യും? ഇങ്ങനെ പറയുന്നത്. അപ്പോഴറിയാം ഷിജിന്റെ ശബ്ദം എത്രയുണ്ടെന്ന്. എത്രത്തോളം ഉറക്കെ വിളിക്കാമാത്ത എടാ, ഒരു നായ കടിക്കാൻ വരുമ്പോൾ തൊണ്ട കീറാമെങ്കിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് ഫെവിക്കോൾ വെച്ച് അടച്ചിരിക്കുന്ന നാണമില്ലേ? രാജാവുള്ളവർക്ക് രാജകോലാഹലമുണ്ട്. പാപത്തിന്റെ പടുകൂറ്റം കുഴിച്ചകത്ത് നിന്ന് നമ്മെ വീണ്ടെടുത്ത യേശുനാഥന്റെ മുൻപിൽ വന്ന് അവൻ മൗനമാക്കി ചത്തല്ല ഇരിക്കേണ്ടത്. അവൻ മരണത്തെ പാതാളത്തെ ജയിച്ചവനാ. റോമൻ ഗവൺമെന്റിന്റെ ഇന്ത്യൻ മുദ്രയെ പൊട്ടിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവനാ. ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നവനാ. അവിടെ പിന്നെ ഇലക്ഷനൊക്കെ റിസൾട്ട് വരുന്നൊരു ദിവസമുണ്ട്. ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം ജയിച്ചവരുടെ പാർട്ടിക്കാർ എങ്ങനെയാ ഭാഷ പറയുന്നത്? എങ്ങനെയാണ്? അവര് പോയല്ലോ, ഞങ്ങൾ ജയിച്ചല്ലോ, ഇങ്ങനെ പറയുന്നത്. അങ്ങനെയാണോ? നിങ്ങളുടെ ഇവിടെയൊക്കെ അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ അവിടെ ഒന്നും അങ്ങനെയല്ല. ഈ ജലദോഷമാണ്, അയ്യോ പനിയാണെന്നും പറയാറില്ല. ജലദോഷമായിട്ട് കിടക്കുന്നവരും ചാടി ഇറങ്ങും. അവൻ എത്രത്തോളം ഉറക്കെ വിളിക്കുക, കാരണം ഞങ്ങളുടെ പാർട്ടി ജയിച്ചു. അതിന്റെ അർത്ഥം ജയിച്ചവന്റെ പാർട്ടിയാണ് നമ്മളെല്ലാവരും. നമ്മുടെ യേശു ജയിച്ചവനാ. ഇന്ന് കല്ലറയിൽ ഒതുങ്ങി കിടക്കുന്നവന്റെ മക്കളല്ല നമ്മള്. അങ്ങനെയെങ്കിൽ ജയിച്ചവന്റെ പാർട്ടി നാമ തുറന്ന് സംസാരിക്കും. അതാണ് ആരാധന. ഇവിടെ പരിശുദ്ധാത്മാവ്. ഇവിടുത്തെ ഏറ്റവും വലിയ ചന്ത എവിടെ വാസ? പഴയുടെ ചന്ത ദിവസം നിങ്ങൾ പുറത്തൂടെ പോകുമ്പോൾ എന്താ കേൾക്കുന്നത്? ഷിജിന്റെ പാട്ടാണോ കേൾക്കുന്നത്? എന്താ പഴയുടെ ചന്ത ദിവസം നിങ്ങൾ പുറത്തൂടെ പോകുമ്പോൾ എന്താ കേൾക്കുന്നത്? എന്താ കേൾക്കുന്നത്?
ചന്ത കണ്ടിട്ടില്ല, പഴയുടെ കണ്ടിട്ടില്ല. എന്താണ് കേൾക്കുന്നത്? ബഹളം. എന്ത് കേൾക്കും എന്ന് പറഞ്ഞെല്ലാവരും? ബഹളം. നമ്മൾ ഇന്ത്യക്ക് ഇപ്പം തന്നെ അവിടെ ഒരു കൊലപാതകം നടക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അകത്തോട്ട് നിന്ന് കയറുമ്പോഴാണ് ബഹളമല്ല. എടാ ചാളയ്ക്ക് എത്രയാണ്, മത്തിക്ക് എത്രയാണ്, ചൂരയ്ക്ക് എത്രയാണ്, ഈ വെണ്ടയ്ക്ക് എത്രയാണ്, വിലപേശലും വാങ്ങലും കൊടുക്കലും നടന്നുകൊണ്ടിരിക്കുന്നല്ലേ. പക്ഷെ പുറത്ത് കേൾക്കുന്നവൻ എന്താ തോന്നും? ബഹളമെന്ന്. ഇതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. ചിലതൊക്കെ അങ്ങോട്ട് കൊടുക്കുകയും ചിലതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രാപിക്കുകയും ചെയ്യുന്നതാ. അവൻ പണ്ടേ ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെ തോന്നുന്നതിന് കാരണമുണ്ട്. ഇതിനകത്ത് വരുമ്പോഴാ ഇതിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുന്നത്. ചിലർക്ക് അങ്ങോട്ട് കൊടുക്കുകയും ചിലർക്ക് ഇങ്ങോട്ട് പ്രാപിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ആരാധന. ഇതങ്ങോട്ട് വെളിപ്പെട്ടു. 120 പേരുടെ മേൽ പരിശുദ്ധാത്മ വന്നു. അന്യഭാഷയിൽ ആരാധന തുടങ്ങിയപ്പോൾ ശബ്ദവും കൂടെ പുറത്തു. ഈ സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാർ എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക? പെന്തക്കോസ്ത് പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇവരെല്ലാവരും കൂടെ ചെവിക്കാത്തൊരു ശബ്ദം. എന്തോ ഇതൊരു ശബ്ദം, ഇതുവരെയും കേൾക്കാത്ത ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ റിട്ടേൺ തിരിഞ്ഞ് നേരെ ഇതെന്താണ് നോക്കാൻ വേണ്ടി പോയവർ അവിടെ അങ്ങിരുന്നു. പോയവർ എന്ത് ചെയ്തു? ഇരുന്നു. ഇപ്പൊ എത്ര ആളായെന്നറിയാമോ? 3000. ലോകത്തിലെ ഒന്നാമത്തെ ക്രിസ്തീയ സഭയിൽ 3000 പേരുണ്ടായിരുന്നു. സ്തോത്രം. ലോകത്തിൽ ഒന്നാമത്തെ ക്രിസ്തീയ സഭയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ലോകത്തിൽ ഒന്നാമത്തെ ക്രിസ്തീയ സഭയിൽ എന്തുണ്ടായിരുന്നു? അന്യഭാഷ ഉണ്ടായിരുന്നു. അതാണ് യഥാർത്ഥ ആരാധന. അല്ലാതെ ആരെങ്കിലും നീ ഉണ്ടാക്കുന്ന നിയമപ്രകാരമുള്ള ആരാധനയോ ആരെങ്കിലും പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണങ്ങളല്ല. അതനുസരിച്ച് സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ വ്യവസ്ഥ പ്രകാരം കർത്താവിനെ ആരാധിക്കണം. ശ്രദ്ധിച്ചോ. ഈ 3000 പേരങ്ങോട്ട് വന്ന് നിറഞ്ഞപ്പോഴേ ലോകത്തിൽ ഒന്നാമത് പോപ്പ് എന്നറിയപ്പെടുന്ന പത്രോസ് അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. അപ്പൊ ഇങ്ങനെ പറയാം, ലോകത്തിൽ ഒന്നാമത്തെ ക്രിസ്തീയ സഭയിലെ അച്ഛനെന്നോ പാസ്റ്ററെന്നോ സുവിശേഷകനെന്നോ ഒക്കെ നമുക്ക് പറയാം, അല്ലെ പോപ്പ് എന്ന് പറയാം. ആരാ? പത്രോസ്. ശ്രദ്ധിച്ചോണേ, ലോകത്തിൽ ഒന്നാമത്തെ പോപ്പ് എന്നറിയപ്പെടുന്ന പത്രോസ് ലീഗ ഒന്നാമത്തെ ക്രിസ്തീയ ആരാധനയിൽ 3000 പേരുടെ മധ്യേ എഴുന്നേറ്റ് നിന്നു. ചോദ്യം എന്ത്? ജീവപുസ്തകത്തിൽ പേരെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ മറുപടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മറുപടി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തുവിന്റെ വരൽ എടുക്കപ്പെടണമെങ്കിൽ, ഈ ഭയാനകമായ കട്ടതയിൽ കൈവിടപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, ജീവന്റെ പുസ്തകത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ജീവന്റെ പുസ്തകത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ലോകത്തെ ഒന്നാമത്തെ ക്രിസ്തീയ സഭയിൽ ഒന്നാമത് പോപ്പ് എന്നറിയപ്പെടുന്ന പത്രോസ് ലീഗ എഴുന്നേറ്റ് നിന്നു. ഇനി വായിക്കാം. എഴുന്നേറ്റ് നിന്നിട്ട് 7 അടിസ്ഥാന ഉപദേശം സഭയ്ക്ക് തന്നു. അല്ലാതെ ചില ആൾക്കാർ പറയുമ്പോൾ ഞങ്ങള് പണ്ട് മോശ എഴുതിയ 10 കൽപ്പന അനുസരിക്കുന്നു. ആര് പറഞ്ഞു? മോശ മുഖാന്തരം കൊടുത്ത 10 കൽപ്പന പഴയ നിയമത്തിലാ. പുതിയ നിയമത്തിൽ ലോകത്തിൽ ഒന്നാമത്തെ ക്രിസ്തീയ സഭ എന്നറിയപ്പെടുന്ന ഒന്നാമത് പോപ്പ് എന്നറിയപ്പെടുന്ന പത്രോസ് മുഖാന്തരം, പ്രഥമ ശിഷ്യനാകുന്ന പത്രോസ് മുഖാന്തരം സഭയ്ക്ക് 7 അടിസ്ഥാന ഉപദേശം തന്നു. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 37 മുതൽ താഴോട്ട്. അത് 7 പ്രസംഗിക്കാൻ സമയമില്ല. അതിൽ 2 മാത്രം ജസ്റ്റ് എന്ന് പറഞ്ഞു നിർത്താൻ പോവുകയാണ്. ആ 7 അടിസ്ഥാന ഉപദേശം ആരനുസരിക്കുന്നോ അവര് മാത്രമേ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിൽ എടുക്കപ്പെടത്തുള്ളൂ. അവര് മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ. യേശുവാണ് സ്വർഗത്തിൽ നമ്മെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ്, ഞാൻ തന്നെ വഴിയും സത്യം എന്ന് പറഞ്ഞത് ഇവിടുത്തെ സഭകളല്ല, ഇവിടുത്തെ സംഘടനകളല്ല, ഇവിടുത്തെ പാസ്റ്റർമാരല്ല, ഇവിടുത്തെ പുരോഹിതന്മാരല്ല, ഇവിടുത്തെ തിരുമേനിമാരല്ല. സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്, ഏക വഴിയും സത്യം എന്ന് പറഞ്ഞത് യേശുനാഥൻ മാത്രമാണ്. ആ യേശുനാഥൻ പത്രോസ് മുഖാന്തരം സഭയ്ക്ക് തന്നിട്ടുള്ള 7 അടിസ്ഥാനം പ്രമാണിക്കാൻ തയ്യാറായാൽ മാത്രമേ യേശുവിന്റെ വരവെടുക്കപ്പെടൂ. അത് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് 2 വായിച്ച് നിർത്താൻ പോവുകയാണ്. അതിന്റെ 37-ാം വാക്യം മുതൽ ഇത് കേട്ടിട്ട് ഈ പത്രോസ് എഴുന്നേറ്റിട്ട് 3000 പേരുടെ മുമ്പിൽ ഒറ്റ പ്രസംഗം. ശ്രദ്ധിച്ചോണം, ലോകത്തിൽ ഒന്നാമത്തെ ക്രിസ്തീയ സഭയിലെ പ്രസംഗം പത്രോസ് പ്രസംഗിക്കുകയാണ്. ഈ പ്രസംഗത്തിനകത്ത് എന്ത് വന്നു? നരകം, സ്വർഗം, ഇതെല്ലാം വന്നു. ഇത് കേട്ടിട്ട് ഈ 3000 പേരുടെ ഹൃദയത്തിൽ എന്തുകൊണ്ടു? കുത്തുകൊണ്ട്. ചില ആൾക്കാർ പറയാറില്ലേ, കുത്തി പ്രസംഗിക്കുന്നു. നമ്മളൊരു ശൂലം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഈ കുത്തുകൊള്ളുന്ന ആർക്കെന്നറിയാമോ? ആർക്കാ കുത്തുകൊള്ളുന്നത്? അതനുസരിക്കാത്തവരാ, അല്ലെങ്കിൽ ആ ഒരു കുഴപ്പമുള്ളതുകൊണ്ടാ. ഈ 3000 പേരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊള്ളുന്നവൻ സഭ വിട്ടു പോകുകയല്ല. ഈ 3000 പേരും കൂടെ പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും ഈ 3000 പേര് കുത്തുകൊണ്ടവർ ചോദിക്കുക, സഹോദരന്മാരായ പുരുഷന്മാരെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ വരൽ എടുക്കപ്പെടണമെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്വർഗത്തിൽ പോകണമെങ്കിൽ,
യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ പത്രോസ് പറയുകയാണ്, ഒന്ന്, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇത് പെന്തക്കോസ്ത് സഭയുടെ ഉപദേശമല്ല. ലോകത്തിലെ ഒന്നാമത് ക്രിസ്തീയ സഭയിൽ, ലോകത്തിലെ ഒന്നാമത് പോപ്പ് എന്നറിയപ്പെടുന്ന പത്രോസ് ലീഗ 7 അടിസ്ഥാന ഉപദേശം പറഞ്ഞതിൽ ഒന്നാമത്തെ അടിസ്ഥാന ഉപദേശമാ, നീ മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? ലഹരിയോട് വിട പറയണം, മദ്യപാനത്തോട് വിട പറയണം, കഞ്ചാവിനോട് വിട പറയണം, സിഗരറ്റ് വലിയോട് വിട പറയണം, മൂക്കുപൊടിയോട് വിട പറയണം, ദൈവഹിതമില്ലാത്ത സകല ബന്ധങ്ങളോടും വിട പറയണം, ദൈവഹിതമില്ലാത്ത സകല പാപ സ്വഭാവത്തോടും വിട പറയണം. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടോ, ക്രിസ്ത്യാനി എന്നുള്ള പേരുള്ളത് കൊണ്ടോ നീ സ്വർഗത്തിൽ പോകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ കുടിയന്മാര് ക്രിസ്ത്യാനികളാണ്. കാരണം എന്തെന്നറിയാമോ? ഒരു ഹൈന്ദവ സ്നേഹിതന്മാരുടെ ഉത്സവത്തിന് ഒരിക്കൽ പോലും ഇത്രയും റെക്കോർഡ് വിലയ്ക്ക് മദ്യം ചെലവാകാറില്ല. ഇത്രയും ഏതെങ്കിലും ഒരു ഇസ്ലാം മത വിശ്വാസികളുടെ പെരുന്നാളിന് ഇത്രയും റെക്കോർഡ് വിലയ്ക്ക് മദ്യം ചെലവാകാറില്ല. ഏറ്റവും അധികം റെക്കോർഡ് വിലയ്ക്ക് മദ്യം ചെലവാകുന്ന 2 ദിവസം മാത്രമേ ഉള്ളൂ, ക്രിസ്മസും ഈസ്റ്ററും. അതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ കുടിയന്മാര് ക്രിസ്ത്യാനികള്. നിങ്ങൾ എന്നോട് കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പോകും, ഒരു 10 മിനിറ്റ് ആവും. ബൈബിൾ പഠിപ്പിക്കുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. സ്തോത്രം. ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്ററെ ബൈബിളിൽ ഈ കുടിക്കാൻ പാടില്ല, മദ്യപിക്കരുതെന്നോ വല്ല ഉണ്ടോ? വീഞ്ഞൊക്കെ യേശു ഇങ്ങനെ ഉണ്ടായി കൊടുത്തില്ലയോ? മദ്യപിക്കാൻ പാടില്ലെന്ന് 100 കണക്കിന് വാക്യം തരാൻ സമയമില്ലാത്തതുകൊണ്ട് ഒരെണ്ണം മാത്രം പറയാം. അത് മിക്ക കൺവെൻഷനും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഇവിടെയുള്ളവർ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് പറയുകയാണ്. യെശയ്യാവ് 5-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ ഒരു മദ്യപാനിയുടെ പ്രത്യേകത നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയം വൈകി വരികയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇത് പ്രസംഗിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ ദൈവം നിന്നെ പോലെല്ലാം തലയാക്കാൻ പോവുകയാണ്, നീ കേറാത്ത വാഹനത്തിൽ കയറാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കസേരം പിടിച്ച് വെട്ടുവരും വിറയിലേക്ക് വരുന്ന എനിക്കറിയാം. അല്ലെ കയറിട്ടില്ലാത്ത വാഹനം ഏതാ? ആംബുലൻസോ പോലീസിന്റെ കാര്യം. എടാ, ദൈവം നിന്നെ യോസഫിനെ പോലെ മാനിക്കാൻ പോണെന്ന് പറഞ്ഞ 2 വെട്ടുവലൊരു വിറയിൽ. എന്താ അവ ഓർത്ത് മന്ത്രിയായ യോസഫിനെ? പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? മിസ്രൈ കച്ചവടക്കാരുടെ ചരക്കായിട്ട് നീ മാറാൻ പോകുക. നീ പൊത്തിപ്പോറിന്റെ ഭവനത്തിൽ അടിമയായിട്ട് പോകാൻ പോകുക. പൊത്തിപ്പോറിന്റെ ഭാര്യ നിന്നെ തുണി പിടിച്ച് അഴിക്കാൻ പോകുക. ആമേ മാത്രമല്ല, നീ ഒരു തെറ്റും ചെയ്ത് കാരാഗ്രഹത്തിൽ പോകാൻ പോകുക. ഇത്രയും അനുഭവിച്ചാലേ മന്ത്രിയാകും. സ്തോത്രം. ഹല്ലേലൂയ. അതിന് നല്ല പ്രസംഗമായിട്ട് ആൾക്കാർ ഉൾക്കൊള്ളും. പക്ഷേ ആമേ ഈ ഒരു മുറിവുണ്ടായിട്ട് വൈദ്യനെടുത്ത് എന്ന് കഴിഞ്ഞാൽ വൈദ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ചെറിയ തൈലം വന്നിട്ട് ഒരു കോഴത്തോലും തരും. എന്നിട്ട് പറയും ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കാൻ പറയും. ഇങ്ങനെ അങ്ങനെ ഈ വൈദ്യം കൊടുത്ത മരുന്നിനെ കോഴത്തോലും കൊണ്ടിട്ട് തടവും. എന്ത് രസമറിയാമോ? പക്ഷെ അകത്തിങ്ങനെ പഴുത്തോണ്ടിരിക്കും. പക്ഷേ യഥാർത്ഥ ഡോക്ടറുടെ അടുക്കൽ, ഒരു സർജന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ കോഴത്തോലും തന്നു വിടത്തില്ല, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക സുഖം തന്നു വിടത്തില്ല. അങ്ങോട്ട് ഒരു വളയുടെ അടുത്ത് ഒരു കീറലും കീറി അകത്തുള്ള വേസ്റ്റിനെ എല്ലാം കൂടെ ഞെക്കി പിഴിഞ്ഞങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അല്പം വേദനിക്കും. പക്ഷേ ചില ദിവസം കഴിയുമ്പോൾ ആ മുറിവുണങ്ങും. ഇന്നെല്ലാവർക്കും ഇഷ്ടമെന്ന് പറഞ്ഞാൽ വൈദ്യന്റെ കോഴിത്തൂവല. ഈ കോഴിത്തൂവലം കൊണ്ടൊന്നുമല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. സ്തോത്രം. കോഴിത്തൂവല് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയിട്ടോ, എന്തൊരു പരിശുദ്ധ ഭാവനാത്മ പെരുവിരലിൽ കൂടെ കയറിയിട്ട് ഇവൻ പെരുവിരൽ കയറി എന്ന് പറയും, പിറ്റേ ദിവസം വീട്ടിലാണ്. അത് ഏത് ആത്മാവെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. നീ മാനസാന്തരപ്പെടണം. ഇവിടെ അധികാലത്ത് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് നേരം വൈകി വരികയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ട. ആ മദ്യപാനിയുടെ പ്രത്യേകത കിടപ്പുണ്ട്. എന്തെന്നറിയാമോ? അവരുടെ വിരുന്നുകളിൽ കിന്നരം, വീണ, തപ്പ്, കുഴൽ, നൃത്തം, അതിൻ്റെ അടുത്ത് ഈ ചെണ്ടമേളവും റാസയൊക്കെ പോകുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, പ്രായമുള്ളവരും ചെറുപ്പക്കാരും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോട് ഡാൻസ് കളിക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും, അമേരിക്കയിൽ വന്നിട്ടുള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അവർ നന്നായിട്ട് ഡാൻസ് കളിക്കും. ഈ ഡാൻസ് കളിക്കുന്നത് ബ്രേക്ക് ഡാൻസ് പഠിച്ചതുകൊണ്ടല്ല, ഈ വെള്ളാകത്തിൽ ഇവിടെ ഈ വെള്ളാകത്തി എന്ന നന്നായിട്ട് ഡാൻസ് കളിക്കും. ചില ആൾക്കാരുണ്ട് വെള്ളമകത്തി എന്ന നന്നായിട്ട് പാട്ട് പാടും. ചില ആൾക്കാർ വെള്ളമകത്തി എന്ന അയ്യോ ചെല്ലക്കിളിയേ ആമേ പൊന്നേ ചക്കര എന്തൊരു സ്നേഹമെന്നറിയാം. ചില ആൾക്കാരുണ്ട് വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്ന പോക്ക് കണ്ടാൽ ബാങ്ക് മാനേജർ തോന്നും. നമ്മൾ എന്ത് ചോദിച്ചാലും ഇയാൾ മിണ്ടത്തില്ല, ആ ഓ ഉയ് ഇങ്ങനെ പറയുള്ളൂ, മിണ്ടത്തില്ല. പക്ഷെ ഈ സാധനം അങ്ങോട്ട് അകത്ത് ചെന്നാൽ ഈ വെള്ളം കുടിച്ച വാ അങ്ങോട്ട് തുറക്കും. പിന്നെ കാണുന്നവരെ മുഴുവൻ അടിയാടിയാന്ന് വിളിക്കുന്നത്.
ഒത്തിരി അളിയന്മാർ ഈ ദേശത്ത് കേട്ടോണ്ടിരിക്കുക. ഇതിനകത്ത് പമ്മിയിരിക്കുന്ന ഏതെങ്കിലും അളിയന്മാരുണ്ടെങ്കിൽ, അളിയോ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഈ അളിയന്മാർക്ക് പറ്റുന്ന അബദ്ധങ്ങളൊക്കെ ഈ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ കാണണോ? ഈ കുടിച്ച് ഓടയിലൊക്കെ എളിയന്മാർ കിടക്കുന്ന സമയത്ത് നായി വന്ന് മൂത്രം ഒഴിക്കുമ്പോൾ ഇടിവെട്ടി മഴ പെയ്യട്ടെ എന്ന് പറയുന്ന അളിയന്മാരുണ്ട്. ഈ സർവക്കല്ലിനെ കണ്ടിട്ട് എന്തടാ എന്നെ കണ്ടിട്ട് എഴുന്നേൽക്കാത്ത എന്ന് പറയും കാലുമടക്കി അടിച്ച് കാല് പൊട്ടി അളിയന്മാരുണ്ട്. അതാണ് ആർക്ക് അനാവശ്യമായ മുറിവ്, ആർക്ക് കൺചുവപ്പ്, ആർക്ക് കട്ടം, ഇതൊക്കെ ബൈബിളിനകത്തുള്ള തെളിവാ. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ 20 വയസ്സ് 10 15 വയസ്സിനോ 20 വയസ്സിനും ഇടയ്ക്കുള്ള ആൺകുട്ടികളാണ് അപകടം വഴി ലോകം വിട്ട് മാറ്റപ്പെട്ട്. ഈ അപകടത്തിൽപ്പെട്ട ഈ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, ഇവരെല്ലാം നാം എടുത്ത് പരിശോധിച്ച ഇവരെല്ലാം ലഹരികൾക്ക് അടിമകളാണ്. സ്തോത്രം. ഇന്ന് രാത്രി ലഹരിയോട് വിട പറയണം. ഇന്ന് പല അപ്പന്മാരുടെ അമ്മയുടെയും കയ്യിൽ ആ എല്ലാ വിഷയത്തിലും A+ മേടിച്ച മകളുടെയും മകന്റെയും സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. അവർ ഈ ലോകത്തിലില്ല. ഈ സുവിശേഷോകം വെച്ചിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ ദേശത്തിലുള്ള ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു തലമുറ പോലും ഇനി നശിക്കാൻ പാടില്ല. ഒരു മക്കൾ നിമിത്തം ഒരു അപ്പന്റെയും അമ്മയുടെയും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരിന് ഒഴുകാൻ പാടില്ല. ലഹരിയോട് വിട പറയണം. മദ്യപാനത്തോട് വിട പറയണം. സിഗരറ്റിന്റെ കവറില് ചിക്കൻ ബിരിയാണിയുടെ ഫോട്ടോയല്ല, റോസാപ്പൂവിന്റെ ഫോട്ടോയല്ല, ഇവിടെ എല്ലാം അഴി പുഴുത്തിരിക്കുന്ന ഫോട്ടോയാ ഒരു സിഗരറ്റിന്റെ കവറിൽ ഇരിക്കുന്നേ അല്ലേ? അതും നീ എടുത്ത് ചില ആൾക്കാർക്ക് സിഗരറ്റ് വലിച്ച് വിടുന്ന വിടക്കമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇയാളെന്തോ വലിയ പുണ്യപ്രവൃത്തി ചെയ്യും പോലെ. നമ്മുടെ വീടുകളിൽ പുകയില്ലാത്ത അടുപ്പുണ്ട് ഇല്ലേ? അതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. അമേരിക്ക വന്നിട്ടുള്ളതുകൊണ്ട് പുകയില്ലാത്ത അടുപ്പിന്റെ പ്രത്യേകത അതിന്റെ പുകക്കോയിൽ എങ്ങോട്ടായിരിക്കുന്നത്? മുകളിലോട്ടാ. എവിടെ പുക വിടാനാണെങ്കിലും മുകളിലോട്ടാണ് ഇരിക്കുന്നത് അല്ലേ? എടോ പ്രിയ സഹോദര, നിന്റെ മൂക്കിൽ താഴോട്ട് കീപ്പോട്ടുണ്ട് ദൂരം തന്നിരിക്കുന്നത് പുക ഊതി വിടാനല്ല. അങ്ങനെ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ മുകളിലോട്ട് ഫിറ്റ് ചെയ്തിരുന്നു. സ്തോത്രം. RCC ചെന്നാൽ നിലവിളിക്കുന്ന അനേക സഹോദരിമാരുണ്ട്, അനേക അമ്മമാരുണ്ട്. എന്താ പുഴുപിടയ്ക്കും പോലെ പിടയ്ക്കുന്ന എന്റെ മോനെ സൗഖ്യമാക്കണമേ എന്നല്ല പാസ്റ്റേ, അവൻ ഇവിടെ കിടന്ന് പിടയ്ക്കാതെ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ഈ അപ്പൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്ക്. അതിന്റെ അർത്ഥം ഈ മദ്യപാനം മുഖാന്തരവും ഈ സിഗരറ്റ് വലി മുഖാന്തരവും ഈ കഞ്ചാവ് മുഖാന്തരവും എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പ്രിയ സ്നേഹിത, നീ മാനസാന്തരപ്പെടണം. ഇത് സഭയുടെ ഒന്നാമത്തെ ഉപദേശമാണ്. രണ്ടാമത്തെ തുടങ്ങി വെച്ചിട്ട് അങ്ങ് നിർത്താൻ പോവുകയാണ്. രണ്ടാമത് പത്രോസ് പറയുകയാണ്, അപ്പോസ്തലപ്രവൃത്തി 2:38 വായിക്കുന്നത്. ഒന്ന് മാനസാന്തരപ്പെടണം. 7 കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം മാനസാന്തരത്തിന് ശേഷം നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ആരാ സ്നാനപ്പെടേണ്ടേ? ആദ്യം മാനസാന്തരപ്പെടണം. അതാ ഒന്നാമത്തെ അടിസ്ഥാനം. പത്രോസ് തന്നെ. പത്രോസ് ആദ്യം പറഞ്ഞു മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവനാ സ്നാനപ്പെടേണ്ടത്. അല്ലെങ്കിൽ അല്ലാതെ വഴിയെ പോകുന്ന മുതുക്കനെ മുക്കാനോ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞാണ്ട് മുക്കാനോ അങ്ങനെയൊന്നും വ്യവസ്ഥയില്ല. നീ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ മാനസാന്തരപ്പെട്ടാൽ മാത്രമേ ഒരാൾ സ്നാനപ്പെടാൻ പറ്റൂ. പിന്നെ കുഞ്ഞുങ്ങളെ സ്ഥാനപ്പെടുത്തുന്നു. ബൈബിളിനകത്ത് ഒരു ശിശുവിനെ സ്ഥാനപ്പെടുത്തിയതായിട്ടോ ഒരു ശിശുവിനെ സ്ഥാനപ്പെടുത്താനോ ഒരു വാക്യം കാണിച്ചു തരാൻ ഇതിനകത്തിരിക്കുന്നവർക്കോ ഫോൺ നമ്പർ വേണമെങ്കിൽ തരാം. നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളോട് ചോദിച്ചിട്ട് ഒരു തെളിവ് തന്നാൽ ഇന്നത്തോടെ എന്റെ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കും. വെല്ലുവിളിച്ച് പ്രസംഗിക്കുന്നത് ഞാൻ ഇനി ഒരിക്കലും ബൈബിൾ പ്രസംഗിക്കത്തില്ല. പക്ഷേ നൂറുകണക്കിന് തെളിവ് വെള്ളത്തിൽ മുങ്ങി സ്ഥാനപ്പെട്ടതോ നൂറുകണക്കിന് തെളിവ് മാനസാന്തരപ്പെട്ട ശേഷമേ സ്ഥാനപ്പെടാവുന്നു. ഞാൻ തരാൻ തെളിവ്. അല്പം വെല്ലുവിളി കൂടിപ്പോയി. നിങ്ങൾ അവൻ എന്താ ഇളക്കോന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും. ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. കാരണം ഇതൊക്കെ ഉപദേശം പ്രസംഗിക്കുമ്പോൾ അല്പം ഇളക്കം കൂടുതലായിരിക്കും. കാരണം ഈ സത്യം അങ്ങോട്ട് കയ്യിലിരിക്കുമ്പോഴേ എനിക്ക് 3 മണിക്കൂർ നിന്നാലും ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് സത്യമാണ്. കാരണം സ്വർഗത്തിൽ പോകണ്ടേ. ഹല്ലേലൂയ. സ്നാനം. അപ്പോൾ ചില ആൾക്കാർ അത് പറഞ്ഞു നിർത്താൻ പോവുകയാണ്. ചില ആൾക്കാർ എന്നോട് പറയാറുണ്ട്, പാസ്റ്ററെ ഈ ക്രൂശില് 2 കള്ളന്മാരെ ക്രൂശിച്ചല്ലോ അല്ലേ? അതിലൊരു കള്ളൻ യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചവരുടെ എന്നെ കൂടെ ഓർക്കണം. പറഞ്ഞില്ലേ? അപ്പോൾ ആ കള്ളനോട് യേശു എന്ന് പറഞ്ഞു. ഇവിടെയുള്ള പല ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ഞാൻ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. യേശു എന്ന് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ആ കള്ളൻ സ്ഥാനപ്പെട്ടോ?
അതൊന്നും നിങ്ങൾക്കറിയത്തില്ലേ? ആകെ സ്ഥാനപ്പെട്ടോ? ഇല്ല. അങ്ങനെയെങ്കിലും നമുക്കും പശ്ചാത്താപം പോലെ. അതെ, അതിന്റെ മറുപടി പറയാൻ പോകുകയാണ്. സ്നാനം എന്നാൽ എന്ത്? വായിച്ച് റോമർക്ക് ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. ഇത് ലാസ്റ്റ് വാക്യമാണ്. റോമർക്ക് ലേഖനം 6-ാം അധ്യായം 3-ാം വാക്യം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം. സ്നാനം ഒന്ന്, യേശുക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ. അതിന്റെ അർത്ഥം ഇന്ന് പല സഭകളിൽ നടക്കുന്ന സ്നാനം എന്താണെന്നറിയാമോ? സഭയിൽ അംഗത്വം എടുക്കാൻ, സഭയിൽ ചേരാൻ, കല്യാണം നടക്കാൻ, അതിനാണ് സഭകൾ സ്നാനം നടത്തുന്നത്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന സ്നാനം യേശുക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അതിന്റെ അർത്ഥം ആമേൻ, സ്നാനപ്പെട്ടവർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റൂ, ഞാൻ ഒരു സഭയിലല്ല ചേർന്നേ, യേശുക്രിസ്തുവിനോട് ചേർന്നു. യേശുക്രിസ്തുവിനോട് ചേർന്നവർ അഭിമാനത്തോടെ കരമുയർത്തി. ഹല്ലേലൂയ, ആമേൻ. യേശുക്രിസ്തുവിനോട് ചേർന്നവരായ നാം അടുത്ത എന്തിനാ സ്നാനപ്പെടുന്നേ? ഒന്ന്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടുന്നു. നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളിയാകാൻ സ്നാനമേറ്റിരിക്കുന്നു. അതിന്റെ അർത്ഥം സ്നാനപ്പെട്ടവർക്ക് പറയാൻ പറ്റൂ, യേശുക്രിസ്തുവിന്റെ മരണത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? പങ്കാളിയായി. പക്ഷെ ഈ കള്ളനൊരു ഭാഗ്യം ലഭിച്ചു. എന്താണെന്നറിയാമോ? അവൻ അക്ഷരീകമായി യേശുക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയായി. കേട്ടില്ലെന്നോ? അവനെ അക്ഷരീകമായി യേശുവിനോടുകൂടെ ക്രൂശിൽ തൂങ്ങുവാനും യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകുവാനും കള്ളന് ഭാഗ്യം ലഭിച്ചു. അവന് സ്നാനപ്പെടേണ്ട ആവശ്യമില്ലെന്ന്. അവൻ പിന്നെയോ അതിന് മാത്രമല്ലല്ലോ, അതിനുശേഷമല്ലോ 7 അടിസ്ഥാന ഉപദേശം വന്ന്. ഏതാ? പത്രോസ് മുഖാന്തരമല്ലോ ഈ 7 അടിസ്ഥാന ഉപദേശം വന്ന്. ഇതൊന്നും പഠിക്കാതെ ആമ വെറുതെ അങ്ങ് പറയൂ, അയ്യോ കള്ള സ്നാനപ്പെട്ടില്ലല്ലോ. ഇവിടെ കള്ള സ്നാനപ്പെട്ട് പെടേണ്ട കാരണം എന്താ? യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ എന്ത് ചെയ്തു? പങ്കാളിയായി. നമുക്കാർക്കും അക്ഷരീകമായി യേശുവിന്റെ ക്രൂശുമരണത്തിൽ പങ്കാളിയാകാൻ കഴിയാത്തത് കൊണ്ട് സ്നാനപ്പെട്ടേ പറ്റൂ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സമയം തീർന്നു. ഹല്ലേലൂയ.